ഹായ് വെൽക്കം ടു ബിഗ് ലേണിംഗ്. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ RRB, നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന NTPC, നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി, നമുക്ക് വരാനിരിക്കുന്ന RRB NTPC എക്സാംസിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു RRB NTPCയുടെ പ്രീവിയസ് 2021 സമയത്ത് നടന്നിട്ടുള്ള പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദാറ്റ് വരാനിരിക്കുന്ന RRB NTPC എക്സാംസ് മാത്രമല്ല, RRB NTPC ആയാലും ശരി, RRBയുടെ ഗ്രൂപ്പ് ഡി എക്സാംസ് വരാനുണ്ട്, കണ്ടക്ട് ചെയ്യാനുണ്ട്. ആ ഒരു എക്സാംസിനായാലും ശരി. അത് കൂടാതെ ഇനിയിപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ RRBയുടെ ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇനി ബാക്ക് ടു ബാക്ക് ടെക്നീഷ്യൻ ആയാലും ശരി, ബാക്കിയുള്ള ലാസ്റ്റ് നമുക്ക് വിളിച്ച RRBയുടെ റെയിൽവേയുടെ എന്തൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണോ വന്നിരുന്നത്, അതിൻ്റെ ഒക്കെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഈ വർഷവും നമുക്ക് വിളിക്കും. അപ്പോൾ ആ ഒരു എക്സാംസ് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, അതിപ്പം റെയിൽവേയുടെ NTPC അല്ല, റെയിൽവേ കണ്ടക്ട് ചെയ്യുന്ന ഏതൊരു എക്സാം, അതിപ്പോൾ നമ്മുടെ ALP ആയാലും ശരി, ഈവൻ നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ ആയാലും പോലും ശരി, അവിടെയും അടക്കം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റെയിൽവേയുടെ എക്സാംസിന്, റെയിൽവേയുടെ ഏതൊരു എക്സാമിനും, ഈവൻ ഇത് NTPCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും റെയിൽവേയുടെ നടക്കാനിരിക്കുന്ന ഏതൊരു എക്സാംസിലും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഈവൻ നിങ്ങൾക്ക് ബാക്കിയുള്ള എക്സാംസിനും ലൈക്ക് SSC, അത് കൂടാതെ ISRO, DRDO അങ്ങനെയുള്ള എക്സാംസ് ആയാൽ പോലും അവിടെയും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് കുറേ സെഷൻസ് പോയി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സെഷൻസ് ഒക്കെ കാണാത്തവരാണ്, ആദ്യമായിട്ടാണ് ഈ ഒരു സെഷൻ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് നേരെ ചാനലിൽ ചെന്നതിന് ശേഷം അവിടുന്ന് വീഡിയോസിന്റെ സെഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ഈ ഒരു RRB NTPC എക്സാംസിന് വേണ്ടി കണക്ട് ചെയ്യുന്ന ഈ ഒരു ഫ്രീ സീരീസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് മുമ്പ് പോയിട്ടുള്ള സെഷൻസും വീഡിയോസ് ഒക്കെ തന്നെ. അപ്പോൾ അത് ഡെഫിനറ്റ്ലി കണ്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റൻസ് ഒക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് വെക്കുക. അപ്കമിങ് എക്സാംസിന് വേണ്ടി നിങ്ങൾക്കത് ഏതൊരു എക്സാം ആയാൽ പോലും നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സെഷനിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്, നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ്, ആ ഒരു ക്വസ്റ്റ്യൻസിനെയൊക്കെ തന്നെ എങ്ങനെ വളരെ പെട്ടെന്ന് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നിങ്ങളും ആ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്തു പോകുക, കൂടെ തന്നെ ചെയ്തു പോകുക. ജസ്റ്റ് കണ്ടുപോകുന്നതിന് പകരം കൂടെ തന്നെ നിങ്ങൾ ചെയ്തു പോവുക. നിങ്ങൾ ചെയ്യുന്ന അപ്രോച്ച് ചെക്ക് ചെയ്യുക, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന അപ്രോച്ച് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഏതാ എളുപ്പം, ഏതാണ് സ്റ്റെപ്സ് കുറവ് എന്നുള്ളത് നോക്കുക. ആൻഡ് നമ്മൾ മാക്സിമം സ്റ്റെപ്പ് കുറയ്ക്കാൻ നോക്കാം. ബിക്കോസ് നമ്മളിവിടെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ കുറച്ചും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും എഴുതുന്നത്. പക്ഷേ ആ ഒരു സ്റ്റെപ്സ് ഉറപ്പായിട്ടും കുറയ്ക്കാൻ പറ്റും, നല്ലപോലെ കുറയ്ക്കാൻ പറ്റും. നിങ്ങൾ അതിനെ എക്സ്ട്രീംലി സ്റ്റെപ്സ് കുറയ്ക്കുക. ഒരു ചെറിയ ആൽഫബറ്റ്, ഒരു ചെറിയ ലൈനെങ്കിലും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും അത് ഒഴിവാക്കാൻ നോക്കുക. ബിക്കോസ് നമ്മൾ ചെറുതായിട്ട് ഒഴിവാക്കുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ ചെറിയ ചെറിയ സമയം നമുക്ക് സേവ് ചെയ്ത് തരും. അത് നമുക്കൊരു വലിയ ടൈം ആയിരിക്കും. നമുക്ക് മൊത്തം ഓവറോൾ എടുക്കും നമുക്ക് സേവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആ ഒരു സമയം വേറെ ക്വസ്റ്റ്യൻസിന് വേണ്ടി കൊടുക്കാൻ നമ്മളത് ഹെൽപ്പ് ചെയ്യും. എക്സ്ട്രാ മാർക്ക് കിട്ടാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് എഴുതാനാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു എഴുതുന്നത് മാക്സിമം കുറയ്ക്കുക. നിങ്ങൾക്ക് ഒരുപാട് സമയം കൂടുതൽ കിട്ടും. നിങ്ങൾക്കത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ തന്നെ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും വളരെ നല്ലപോലെ. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയി ഈ ഒരു സെഷനിൽ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഡിവൈസ് given that dividend is 2200, remainder is 13 and the divisor is 1/3 of the quotient എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ വളരെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഡിവിഷന്റെ റൂളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ആ ഒരു ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന ആ ഒരു റിലേഷൻ അതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഡിവിഷൻ സമ്മിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ സ്കൂളിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മാത്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു ഫോർമുല, എനിക്ക് നമ്മുടെ മാത്സിൽ നമ്മൾ സ്കൂളിൽ ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന ഒരു ഫോർമുല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ 13 എന്ന് പറയുന്ന നമ്പറിനെ, നമ്മൾ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയുകയാണ്, 13 എന്ന് പറയുന്ന നമ്പറിനെ നമ്മളിപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം 3 into 4 ആണ് നമുക്ക് 12 വരുന്നത്. ആൻഡ് നമുക്ക് ഇവിടെ റിമൈൻഡർ എന്തെന്ന് വരും, 1 എന്ന് വരും. നമ്മുടെ ആ 1 എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റിമൈൻഡർ എന്ന് പറയുന്നത്. ആൻഡ് ആ മീളിൽ കാണുന്ന 4 എന്ന് പറയുന്നതാണ് നമ്മുടെ കോഷ്യന്റ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ഈ കാണുന്ന 13 ആണ് നമ്മുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. പലർക്കും ഡിവിഡൻഡും ഡിവൈസറും തമ്മിൽ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. ഈ 13 ആണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ കാണുന്ന 3 എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിവൈസർ എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള റിലേഷൻ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ 3 into 4 12 പ്ലസ് 1 ആണ് 13 എന്ന് പറഞ്ഞാൽ 13 ഈസ് ഈക്വൽ ടു നമ്മുടെ ആ ഒരു 3 into 4
+1. നമുക്കറിയാം 3 × 4 12 +1 ആണ് 13 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം എഴുതിയ റിലേഷൻ ആണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. നമ്മുടെ ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഡിവൈസർ ആയ 3 ഇൻറ്റു നമ്മുടെ കോഷ്യന്റ് ആയ 4 പ്ലസ് നമ്മുടെ റിമൈൻഡർ ആയ 1. എനിക്ക് അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു 13 കിട്ടുന്നത്, അല്ലെങ്കിൽ ആ റിലേഷൻ ആണ് നമുക്ക് ഇവിടെ ഡിവിഷൻ സമയം വരുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ എക്സാമ്പിൾ, നിങ്ങൾക്ക് അത് നല്ലപോലെ മനസ്സിലാൻ വേണ്ടി. ഇനി നമുക്ക് ഈ ക്വസ്റ്റൻ അങ്ങ് സോൾവ് ചെയ്ത് ആൻസർ എടുത്താലോ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നേക്കുന്നത്? ഫൈൻഡ് ദി ഡിവൈസർ, കണ്ടുപിടിക്കേണ്ട ഈ ഡിവൈസർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഗിവൺ ദാറ്റ് ഡിവിഡൻഡ് ഈസ് 2200. നമുക്ക് ഈ ഡിവിഡൻഡ് 2200 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഈക്വൽ ടു റിമൈൻഡർ 13 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിമൈൻഡർ 13 ആണ്. ആൻഡ് ദ ഡിവൈസർ ഈസ് 1/3 ഓഫ് ദി കോഷ്യന്റ്. അപ്പൊ നമുക്ക് ഈ ഡിവൈസർ അറിയത്തില്ല, അപ്പൊ നമുക്ക് അതിനെ സ്മോൾ ഡി വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അത് കൂടാതെ നമുക്ക് കോഷ്യന്റും ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, കോഷ്യന്റ് നമുക്ക് അറിയത്തില്ല. കോഷ്യന്റ് റിലേഷൻ ആണ് തന്നേക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? ദ ഡിവൈസർ ഈസ് 1/3 ഓഫ് ദി കോഷ്യൻ. നമ്മുടെ ഡിവൈസർ എന്ന് പറയുന്നത് നമ്മുടെ കോഷ്യന്റെ 1/3 അല്ലെങ്കിൽ 1/3 ഇൻറ്റു ക്യൂ ആണ്, കോഷ്യന്റ് ആണ് നമ്മുടെ ഡിവൈസർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ കോഷ്യന്റിനെ ഡിവൈസർ വെച്ചുകൊണ്ട് റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഈ 3നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഷ്യന്റ് ഈക്വൽ ടു 3 ടൈംസ് ഓഫ് ഡിവൈസർ എന്ന് പറഞ്ഞൂടെ? ക്വസ്റ്റനിൽ എന്താ പറയുന്നത്? ഡിവൈസർ എന്ന് പറയുന്നത് കോഷ്യന്റ് 1/3 1/3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് തിരിച്ചും പറഞ്ഞൂടെ? നമ്മുടെ കോഷ്യന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിവൈസറിന്റെ 3 ഇരട്ടിയാണ് എന്ന് തിരിച്ചും പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തെന്ന് എടുക്കാം? നമുക്ക് ആ കോഷ്യന്റെ പ്ലേസിലേക്ക് 3 ടൈംസ് ഓഫ് ഡിവൈസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റും? നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. നമുക്ക് ഇതങ്ങ് സോൾവ് ചെയ്യാം. സോ നമുക്ക് ഇവിടെ 2200 ഉണ്ട്. ഈ 13 നമുക്ക് ഇപ്പുറത്ത് വന്ന് 2200 ഇത് മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2187 എന്ന് വരും. ആൻഡ് ഈ സൈഡിൽ നമുക്ക് d × 3d എന്നുണ്ട്. അപ്പോൾ നമുക്കത് 3d² എന്ന് വരും. നമ്മൾ ഇനി അതിനെ 3 വെച്ചൊന്ന് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ നമുക്കത് 7 ടൈംസ് പോകും. ദെൻ 8ൽ 2 വട്ടവും പിന്നെ റിമൈൻഡർ 2ഉം 27ൽ നമുക്കത് 9 ടൈംസ് പോകും. അപ്പോൾ 729 നമുക്ക് ഡിവൈസറിന്റെ സ്ക്വയർ വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിവൈസറിന്റെ വാല്യൂ എന്തായിരിക്കും വരുന്നത്? നമുക്ക് ഈ 729ന്റെ റൂട്ട് എന്താ? 729ന്റെ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ 27ന്റെ സ്ക്വയർ ആണ് 729 എന്ന് പറയുന്നത്. സോ നമ്മുടെ ഡിവൈസറിന്റെ വാല്യൂ എത്രയെന്ന് കിട്ടും? 27 കിട്ടും. നമുക്കറിയാം ഈ ഒരു ഡി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് 729 എടുത്താൽ മാത്രം മതി. നമുക്ക് ഈ പറഞ്ഞ 27 നമുക്ക് ആൻസർ കിട്ടും. സോ നമുക്കിവിടെ ക്വസ്റ്റനിൽ ചോദിച്ചേക്കുന്ന ആ ഒരു ഡിവൈസറിന്റെ വാല്യൂ, ഓക്കെ, നമ്മുടെ ഡിവൈസറിന്റെ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ ആൻസർ നമുക്ക് 27 എന്ന ആൻസർ വരും. ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി 27 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമാണ് ബെറ്റർ ആയിട്ട് വരുന്നത്. അത് നമ്മളൊന്ന് കറക്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആൻഡ് സ്പീഡിൽ ഒന്ന് എടുക്കുകയാണെങ്കിൽ അതിനെ എഴുതുന്നത് എക്സ്ട്രീംലി കുറയ്ക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്മോളസ്റ്റ് നമ്പർ വിച്ച് ഷുഡ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം ദി സ്മോളസ്റ്റ് നമ്പർ ഓഫ് 4 ഡിജിറ്റ് ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ ഈസ്. ഇപ്പൊ എന്താ പറയുന്നത്? ഒരു ചെറിയ നമ്പർ കണ്ടുപിടിക്കണം. ആ ചെറിയ നമ്പർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ 4 ഡിജിറ്റ് നമ്പറിനെ, സ്മോളസ്റ്റ് നമ്പർ ഓഫ് 4 ഡിജിറ്റ്. ഏതാണ് ഈ സ്മോളസ്റ്റ് നമ്പർ ഓഫ് 4 ഡിജിറ്റ് എന്ന് പറയുന്നത്? സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സ്മോളസ്റ്റ് 4 ഡിജിറ്റ് എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ 1000 ആണ്. അതാണ് ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് നമ്പർ. അപ്പൊ പറയുന്നത് ഈ ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് നമ്പറിൽ നിന്ന് എന്ത് ചെറിയ നമ്പർ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടണം? ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടണം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്ക്വയർ ഒക്കെ അറിയാവുന്നവർക്ക് എന്ത് ചെയ്യാം? അത് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. എങ്ങനെ ആൻസർ എടുക്കാം? നിങ്ങൾ ഇത്രയൊന്ന് ആലോചിച്ച് നോക്കിയാൽ 1000ന്റെ അടുത്ത് വരുന്ന സ്ക്വയർ നമ്പർ ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ 1000ന്റെ അടുത്ത് വരുന്ന സ്ക്വയർ നമ്പർ. അപ്പൊ നമ്മുടെ 31ന്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ 30 വരെയുള്ള സ്ക്വയർ എല്ലാവർക്കും അറിയാം. 31ന്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ നമുക്കത് 961 എന്ന് വരും. ഇനി 32യുടെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ നമുക്കത് എത്രയെന്ന് വരും? 1024 എന്ന് വരും. പക്ഷെ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? നമുക്ക് ഈ തന്നേക്കുന്ന 1000ൽ നിന്ന് എന്ത് കുറയ്ക്കണം, സബ്ട്രാക്ട് ചെയ്യണം എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്ത് കുറയ്ക്കണമെന്ന്. പക്ഷെ ഇപ്പം നമുക്കിവിടെ 1024 എടുക്കുകയാണെങ്കിൽ അത് 1000ത്തിനേക്കാളും വലുതല്ലേ? അപ്പൊ അവിടെ ഈ കുറയ്ക്കുന്ന കേസ് അല്ലല്ലോ വരുന്നത്, കൂട്ടുന്ന കേസല്ലേ വരുന്നത്. ഇപ്പൊ ക്വസ്റ്റിൽ അവർ ചോദിക്കുക എന്താണ് ചെറിയ നമ്പർ ആഡ് ചെയ്യേണ്ടേ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ഈ പറയുന്ന 32യുടെ സ്ക്വയർ എടുത്തിട്ട് നമുക്ക് ആൻസർ സോൾവ് ചെയ്യാമായിരുന്നു. പക്ഷെ ആഡ് അല്ല ചോദിച്ചിരിക്കുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നത്? സബ്ട്രാക്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 1000ത്തിൽ നമുക്കത് കുറയ്ക്കണം. ഓക്കെ, കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഏത് നമ്പറിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്? നമ്മൾ ആ ഒരു കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇനി പോകാൻ പറ്റുന്ന 961ലേക്കല്ലേ? എന്നിട്ട് 1000ത്തിന്റെ അടുത്ത് വരുന്ന സ്ക്വയർ ഏതാ? 961 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ 961നെ നമുക്ക് ഇവിടെ നിന്നൊന്ന് കുറയ്ക്കുവാണെങ്കിൽ, ഈ 1000ത്തിൽ നിന്ന് ആ 961 കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് എത്രയെന്ന് കിട്ടും? നമുക്ക് 39 കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചിരിക്കുന്ന അനുസരിച്ച് ഈ പറയുന്ന സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞ 1000, അതിൽ നിന്ന് എന്ത് കുറച്ചാൽ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും? അതിൽ നിന്ന് നമ്മൾ 39 കുറച്ചാൽ പോരെ? നമുക്ക് കിട്ടുന്ന 961 ആയിരിക്കത്തില്ലേ?
ആൻഡ് ആ 961 എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ്. 31ന്റെ സ്ക്വയർ ആണത്. അപ്പോൾ അത്യാവശ്യം സ്ക്വയറൊക്കെ അറിയാവുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം? ആ ചെറിയ നമ്പർ എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഇതേപോലെ അതിന്റെ തൊട്ടടുത്തുള്ള സ്ക്വയർ എടുത്തിട്ട് അങ്ങ് മൈനസ് ചെയ്താൽ മതി. ആ ചെറിയ നമ്പർ എന്താണെന്ന് കിട്ടും. ആ ചെറിയ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അപ്രോച്ച് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആൻസർ വരും. അതായത് ക്വസ്റ്റ്യൻ സബ്ട്രാക്ട് മാറ്റി ആഡ് ആക്കി കഴിഞ്ഞാൽ ദ സ്മോളസ്റ്റ് നമ്പർ വിച്ച് ഷുഡ് ബി ആഡഡ് ഫ്രം ദി ആഡഡ് ടു ദി സ്മോളസ്റ്റ് നമ്പർ ഓഫ് 4 ഡിജിറ്റ്സ്. ആഡഡ് ടു ദി എന്നായിരിക്കും വരുന്നത്. ആഡഡ് ടു ദി സ്മോളസ്റ്റ് നമ്പർ ഓഫ് 4 ഡിജിറ്റ് ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്നായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നെങ്കിൽ ആൻസർ എന്ത് വന്നേനെ? 24 ആൻസർ വന്നേനെ. എന്നിട്ട് 1000 കൂടെ 24 കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ 1024 എന്ന് പറയുന്നത് 32യുടെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ ആൻസർ വന്നില്ല. പക്ഷെ ഇവിടെ കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അവിടെ നിന്ന് കുറച്ചു. അപ്പൊ അവിടെ നിന്ന് ഈ 1000 നമുക്ക് ഈ 39 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ നമുക്ക് കിട്ടും. സോ ആൻസർ എന്തെന്ന് വരും? നമുക്ക് 39 എന്ന് നമുക്ക് ആൻസർ വരും. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഇനി ഈ ഒരു അപ്രോച്ച് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ യൂഷ്വലി ഒരുപാട് പേരും ചെയ്യുന്ന ഒരു അപ്രോച്ച് എന്താന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനിൽ തന്നേക്കുന്ന നമ്പറിനെ എന്ത് ചെയ്യും? ഈ 1000 കുറച്ചിട്ട് ആ നമ്പർ സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. അതാണ് വേറെ ഒരു അപ്രോച്ച്. ഫോർ എക്സാമ്പിൾ ഒരുപാട് കേസുകളിലും ഫോളോ ചെയ്യുന്ന വേറൊരു അപ്രോച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഈ ചെറിയ നമ്പർ 1000 അതിൽ നിന്ന് അവർ ചോദിക്കുന്ന ഈ നമ്പർ കുറയ്ക്കണമെന്നല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1000 എന്ത് ചെയ്യും? 120 കുറയ്ക്കും. അതേപോലെ ഈ 1000 39 കുറയ്ക്കും. അതേപോലെ 1000 നമുക്ക് 159 കുറയ്ക്കും. അതേപോലെ ഈ 1000 24 കുറയ്ക്കും. എന്നിട്ട് ചെക്ക് ചെയ്യും ഇതിന്റെയൊക്കെ ആൻസേഴ്സിൽ ഏതിന്റെ ആൻസർ ആണ് സ്ക്വയർ നമ്പർ വരുന്നതെന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് അത് ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യും. മനസ്സിലായല്ലേ? നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യണം? ഏറ്റവും ചെറിയ നമ്പറിൽ നിന്ന് തുടങ്ങണം. എന്ന് ഞാൻ തുടങ്ങുമ്പം ഈ 24 നിന്നായിരിക്കണം തുടങ്ങേണ്ടത്. ഓക്കെ, എന്നിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് എന്താ? സ്മോളസ്റ്റ് നമ്പറാണ് ചോദിച്ചത്. അപ്പൊ എപ്പോഴും ചെറിയ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ആദ്യമേ 24 നോക്കണം. 24 കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത 39 നോക്കണം. 39 കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത 120 നോക്കണം. അതും കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ എന്ത് നോക്കാവൂ? 159 നോക്കാവൂ. ഓക്കെ, അല്ലാതെ ഒരിക്കലും ആ ഓപ്ഷനിൽ തന്നേക്കുന്ന ഓർഡർ അതേപോലെ ഫോളോ ചെയ്യാനേ നിൽക്കല്ല. എക്സാമ്പിൾ ഈ പറഞ്ഞ അപ്രോച്ച് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മൈനസ് ചെയ്തിട്ടുള്ള ആ കിട്ടുന്ന ആൻസർ സ്ക്വയർ ആണോ, പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ അവിടെ യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഐഡിയ കൂടി ചേർത്തായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഏറ്റവും ചെറിയ നമ്പർ വെച്ചായിരിക്കണം നിങ്ങൾ നോക്കി തുടങ്ങേണ്ടത്. ബിക്കോസ് അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ദിവസത്തിൽ ഇപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ആൻസർ വരുന്നുണ്ട്. പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിൽ ഈ സബ്ട്രാക്ട് ചെയ്യുന്നതും ആഡ് ചെയ്യുന്നതും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ വളരെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി മാർക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സം ഓഫ് ദി ഗ്രേറ്റസ്റ്റ് 3-digit നമ്പർ ആൻഡ് ദി സ്മോളസ്റ്റ് 4-digit നമ്പർ ദാറ്റ് ഹാവ് 24 as their HCF. അപ്പൊ എന്താ പറയുന്നത്? അവിടെ നേരത്തെ ചോദിച്ച പോലത്തെ ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷെ കുറച്ചും ഡിഫറെന്റ് HCFLസിന്റെ ക്വസ്റ്റൻ ആണ്. നമുക്ക് നേരത്തെ ചോദിച്ച നമ്പർ സിസ്റ്റത്തിന്റെ ക്വസ്റ്റൻ ആയിരുന്നു. ഇതിപ്പോ HCFLസിന്റെ ഒരു ക്വസ്റ്റൻ. എന്താ പറയുന്നത്? ഗ്രേറ്റസ്റ്റ് 3-digit നമ്പർ. ഏതാ ഈ ഗ്രേറ്റസ്റ്റ് 3-digit നമ്പർ എന്ന് പറയുന്നത്? 999 അല്ലേ? ഗ്രേറ്റസ്റ്റ് 3-digit നമ്പർ, ഏറ്റവും വലിയ 3-digit നമ്പർ. അതിന്റെ എന്താ പറയുന്നത്? സ്മോളസ്റ്റ് 4-digit നമ്പർ. സ്മോളസ്റ്റ് 4-digit നമ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത നമ്പർ 1000. നമ്മളിപ്പോ എടുത്തതേ ഉള്ളൂ. ഇനി ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഈ ഗ്രേറ്റസ്റ്റ് 3-digit നമ്പറും അതുപോലെ ഈ സ്മോളസ്റ്റ് 4-digit നമ്പറും, ഈ രണ്ട് നമ്പറിന്റെ നിന്ന് നമുക്ക് ഈ പറയുന്ന 24 HCF ആയിട്ട് വരുന്ന നമ്പർ എടുക്കണം, ഇതിന്റെ അടുത്തായിട്ടുള്ളത്. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണം. അതാണ് ചോദിക്കുന്നത്. ഫൈൻഡ് ദ സം ഓഫ് ദ ഗ്രേറ്റസ്റ്റ് 3-digit നമ്പർ ആൻഡ് ദ ലാർജസ്റ്റ് 4-digit നമ്പർ. എന്ന് പറഞ്ഞാൽ ഈ 24ന്റെ ഗ്രേറ്റസ്റ്റ് 3-digit മൾട്ടിപ്പിൾ, ഗ്രേറ്റസ്റ്റ് 3-digit ആൻസർ വരുന്ന മൾട്ടിപ്പിളും സ്മോളസ്റ്റ് 4-digit വരുന്ന മൾട്ടിപ്പിളും. സ്മോളസ്റ്റ് 4-digit വരുന്ന മൾട്ടിപ്പിൾ. അപ്പൊ 1000ന്റെ തൊട്ടുമേളിൽ വരുന്ന ഏതെങ്കിലും നമ്പർ ആയിരിക്കും അത് മിക്കവാറും. അപ്പോൾ ആ ഒരു നമ്പറും ഇത് രണ്ടിനെയും കൂടി സം എത്ര വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിന്റെ അടുത്തുള്ള എന്ത് ചെക്ക് ചെയ്യണം? 24ന്റെ മൾട്ടിപ്പിൾസ് ചെക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഡയറക്ട്ലി അറിയാവുന്ന ഒരു കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ പെട്ടെന്ന് അങ്ങ് ആൻസർ എടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ഡയറക്ട്ലി അങ്ങ് ആൻസർ എടുക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 994ന്റെ അടുത്തുള്ള 24ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 984 ആണ്. അതെന്ന് പറയുന്നത് 984. അപ്പൊ അതേപോലെ തന്നെ ഈ 1000ന്റെ തൊട്ട് മേലുള്ള നമ്മുടെ ഈ പറഞ്ഞ 24ന്റെ ഒരു മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 1008 ആണ്. അപ്പൊ ഈ രണ്ട് നമ്പേഴ്സ് ഏകദേശം നമുക്കൊന്ന് ആലോചിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടുകൂടി അങ്ങ് ആഡ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ഇത് രണ്ടുകൂടി ആഡ് ചെയ്ത് എത്ര വരും? നമുക്ക് 984ന്റെ കൂടെ ഒരു 8 കൂടി ആഡ് ചെയ്താൽ നമുക്കത് 992 എന്ന് വരും. പിന്നെ അത് 1 വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1992 നമുക്ക് ആൻസർ വരും. ഓപ്ഷൻ ബി ആൻസർ വരും. പക്ഷെ ആ നമ്പർ നമുക്ക് അറിയണം.
ഓക്കെ, ആ നമ്പർ എന്താന്നുള്ളത് നമ്മൾ അറിയണം. അപ്പൊ നമുക്ക് അറിയണമെന്ന് നിർബന്ധമില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ 24 എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ വലിയ നമ്പറാണ്. അപ്പൊ നമുക്ക് 24ന്റെ ടേബിൾ ഒന്നും അറിയത്തില്ലായിരിക്കും. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല അത് ഈ പറയുന്ന നമ്പർ ഏതാ എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ നമ്പേഴ്സിനെ എടുത്ത് 24 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ 999നെ എടുത്തിട്ട് ഞാൻ അതിനെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ, 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ആദ്യമേ 99ന്റെ അകത്ത് 24 എത്ര വട്ടം പോകും? ഒരു 4 വട്ടം പോകും. 96. പിന്നെ ബാക്കി റിമൈൻഡർ എത്ര വരും? ബാക്കി 3ഉം 9ഉം ആണെങ്കിൽ നമുക്ക് 41 എടുക്കുവാണെങ്കിൽ, നമുക്കത് 24 ഇവിടെ എടുക്കുവാണെങ്കിൽ നമുക്ക് ബാക്കി റിമൈൻഡർ എത്ര വരും? 15 വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 999 എടുത്തു കഴിഞ്ഞാൽ അവിടെ 15 എന്താണ്? കൂടുതൽ കിടക്കുവാണ്. 15 കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് റിമൈൻഡർ 15 വന്നത്. അതല്ല ഇവിടെ റിമൈൻഡർ 0 വന്നെങ്കിൽ ആ 999 എഴുതി പോകും, 24 പോകും. പക്ഷെ നമുക്കറിയാം 24 അത് പോകത്തില്ല. എന്നിട്ട് അവസാനം 9 എടുക്കുന്നത്. 4 പോകുന്ന നമ്പർ ഒരിക്കലും അവസാനം 9 വരത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കുള്ള നമ്പർ ഏതാ, ആ 999ന്റെ അടുത്തുള്ള അല്ലെങ്കിൽ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 24 എന്ന് പറയുന്ന നമ്പർ ഏതാ, അതെന്ന് പറയുന്നത് നമ്മുടെ 999നെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 15 എക്സ്ട്രാ വന്നു, റിമൈൻഡർ വന്നു. അങ്ങനെ 15 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ 984 എന്ന് നമുക്ക് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ ആ നമ്പർ 984. അപ്പൊ ഇതാണ് നമ്മുടെ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 24, അല്ലെങ്കിൽ അതിന്റെ HCF 24 ആണ് എന്ന് പറയാം. ഇനി ഇതേപോലെ നമ്മുടെ 1000ന്റെ അടുത്തുള്ളത് കണ്ടുപിടിക്കാൻ ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യണം. 1000 എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? 24 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. 24 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. പക്ഷെ ആക്ച്വലി നമുക്ക് അത് കണ്ടുപിടിക്കാൻ ഈ ഒരു നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ നമ്പർ കണ്ടുപിടിക്കാൻ നമുക്ക് ആക്ച്വലി 24 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഇപ്പം 999 1000 എന്ന് പറഞ്ഞാൽ അടുത്തുള്ള രണ്ട് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ എടുക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു ഷോർട്ട് കട്ട് എന്താന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയൊരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് 984ലെ ലാർജസ്റ്റ് 3 ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 24 HCF 24 വരുന്ന 24യുടെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞാൽ ഈ 1000 എന്ന് പറയുന്നതിന്റെ വളരെ അടുത്ത് എടുക്കും അല്ലേ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ കൂടെ അടുത്തൊരു 24 കൂടി ആഡ് ചെയ്ത് നോക്കിയാൽ പോരെ, അടുത്ത മൾട്ടിപ്പിൾ ഏതാന്ന് കിട്ടും. അത് ഉറപ്പായിട്ടും 1000ന്റെ മുകളിലും ആയിരിക്കും. എന്നാൽ ഇത് രണ്ടും വളരെ അടുത്തുള്ള നമ്പർ ആയതുകൊണ്ട് ഈ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ 8 എന്ന് വരും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 0 എന്ന് വരും. ഇവിടെ ക്യാരി ഓവർ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എത്ര വരും? 1008 എന്ന് വരും. നോക്കിയേ, നമുക്ക് ആ നേരത്തെ പറഞ്ഞ 1008 കിട്ടിയില്ലേ. അതുകൊണ്ട് ഇതിന്റെ തൊട്ടടുത്ത് 24ന്റെ മൾട്ടിപ്പിൾ എടുത്താൽ മതി നമുക്ക് കിട്ടാൻ വേണ്ടി. അപ്പൊ അങ്ങനെ നിങ്ങൾ സ്മാർട്ട് ആയിട്ട് അതിനെ യൂസ് ചെയ്യുക. എല്ലാം അതിന്റെ കറക്റ്റ് മെത്തഡിൽ ഫോളോ ചെയ്യണം നിർബന്ധമില്ല. ശരി, ഇതിപ്പോ അടുത്തുള്ള നമ്പർ ആയതുകൊണ്ട് ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ഈ പരിപാടി നടക്കത്തില്ലായിരുന്നു, നിങ്ങൾക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം അടുത്തുള്ള നമ്പർ അല്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്തേനെന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാൻ എന്ത് ചെയ്യാം, ആ 1000ഉം ഇതേപോലെ ഒന്ന് സോൾവ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ നേരത്തെ 999 ചെയ്ത പോലെ തന്നെ 1000 എടുക്കുക, എന്നിട്ട് അതിനെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ 4 തവണ എടുക്കുകയാണെങ്കിൽ 96 എന്ന് വരും. അതിനുശേഷം എനിക്ക് റിമൈൻഡർ ബാക്കി 4 എന്ന് വരും, 40 എന്ന് വരും. നിങ്ങൾക്കറിയാം നമുക്ക് ഈ 40ൽ 24 ഒരു വട്ടേ പോകത്തുള്ളൂ. പക്ഷെ നമുക്ക് ആക്ച്വലി 24 പോകുന്ന നമ്പർ വേണം. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇതിനെ 1000-നേക്കാൾ ഒരു വലിയ നമ്പറാണ് നമുക്ക് വേണ്ടിയത്. നമുക്കത് അറിയാം. എന്നിട്ട് 1000 ഏറ്റവും ചെറിയ നമ്പറാണ്. നമുക്കവിടെ വേണ്ടിയത് 1000-നേക്കാളും തൊട്ട് മേലുള്ള ഒരു 4 ഡിജിറ്റ് നമ്പറാണ് വേണ്ടിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 24 40ൽ പോകത്തില്ലെങ്കിൽ ഈ പറഞ്ഞ 24ന്റെ 40ൽ ഒരു വട്ടേ പോകും. അങ്ങനെയാണെങ്കിൽ 40ന്റെ തൊട്ട് മേളിൽ വരുന്ന പോകുന്ന നമ്പർ ഏതാന്ന് ആലോചിച്ച് നോക്കുക. 24ന്റെ മൾട്ടിപ്പിൾ നമുക്കറിയാം 24 കഴിഞ്ഞാൽ അടുത്ത 48. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന നമ്പറിനെ നമുക്ക് തൊട്ടടുത്ത നമ്പർ എടുക്കുകയാണെങ്കിൽ 48 ആണ് നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന 2 ടൈംസ് എടുക്കുകയാണെങ്കിൽ 2 × 24 48 എന്ന് വരും. സോ നമ്മൾ ഇത് തമ്മിൽ മൈനസ് ചെയ്യാം. നിങ്ങൾക്കറിയാം നമ്മൾ സാധനം എപ്പോഴും എടുക്കുമ്പോൾ ഈ 48 എന്നുള്ള സ്ഥലത്ത് എടുക്കുന്നത് ഇത് ഈ 40-നേക്കാളും ചെറിയ നമ്പറാണ് എടുക്കേണ്ടത്. പക്ഷെ ഇവിടെ ഇപ്പൊ നമുക്ക് എന്തോ ആഡ് ചെയ്യണം, നമുക്കറിയാം. ആൻഡ് ഇവിടെ എന്തോ മൈനസ് ചെയ്യണമായിരുന്നു. അപ്പൊ നമ്മൾ ആ മൈനസ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആ 15 റിമൈൻഡർ കണ്ടുപിടിച്ചു. പക്ഷെ ഇവിടെ എന്തോ ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 40ന് തൊട്ട് മേളിലുള്ളത് എടുക്കുക. അപ്പൊ നമുക്ക് ഇവിടുന്ന് റിമൈൻഡർ എന്തെന്ന് കിട്ടും? ഒരു -8 എന്ന് കിട്ടുമെന്ന് കഴിഞ്ഞാൽ അവിടെ 8 കൂടുതലോ. ഓക്കെ, ഇവിടെ ഇപ്പം 39 24 മൈനസ് കൊണ്ട് +25 എന്ന് വന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 25 കൂടുതലാണ്, 25നെ കുറച്ചു. സോറി, 15 എന്ന് വന്നു, 15 കൂടുതലാണ്, നമ്മൾ 15 കുറച്ചു. പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന 8 എന്താണ്, കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 8 എന്ത് ചെയ്ത് കൊടുക്കണം, അതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ഈ പറയുന്ന 1000ന്റെ തൊട്ട് മേളിൽ വരുന്ന ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 24 വിച്ച് ഈ പറയുന്ന 24 HCF ആയിട്ട് വരുന്ന നമ്പർ ഏതാന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 1000-ന്റെ 8 കുറവല്ലേ, വേണമെങ്കിൽ 8 കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, 1008 എന്ന് കിട്ടും. നോക്കി, അപ്പൊ നമ്മൾ അതിനെ 3 രീതി കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ആദ്യം നമുക്ക് അതിന്റെ മൾട്ടിപ്പിൾ അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് എടുക്കാനുള്ളത് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ 984 കിട്ടിക്കഴിഞ്ഞാൽ, ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഫുള്ള് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിന്റെ തൊട്ട് അടുത്തടുത്ത നമ്പർ ആയതുകൊണ്ട് നമുക്ക് അതൊന്ന് ആഡ് ചെയ്യോ മൈനസ് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. പിന്നെ അടുത്തടുത്തുള്ള നമ്പർ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, ഈ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൂടി ഒന്ന് മനസ്സിലാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ 1000 കൂടി എടുത്തൊന്ന് സെപ്പറേറ്റും ചെയ്തത്. എന്നിട്ട് ഒന്നി കൂട്ടണം, മറ്റേതിൽ കുറയ്ക്കണം. അത് രണ്ടും മനസ്സിലാവണമെങ്കിൽ നമുക്കത് ചെയ്ത് നോക്കിയാലേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും
ഇതിന്റെ ഈ 1000ന്റെ തൊട്ട് മേളിൽ വരുന്ന 24 പോകുന്ന അല്ലെങ്കിൽ 24 HCF ആയിട്ട് വരുന്ന നമ്പർ ഏതാണ്? 1008. അങ്ങനെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ആ 984ഉം ആ 1008 കൂടി നമ്മൾ ആഡ് ചെയ്താൽ മതി. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടിയായിരുന്നു. നമുക്ക് 1992 എന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ അവിടെ 3 അപ്രോച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നമ്മുടെ നോളജ് വെച്ചുള്ളത്, 2 വളരെ സ്മാർട്ട് ആയിട്ട് എടുക്കാൻ വേണ്ടിയുള്ളത്, 3 അതിന്റെ പ്രോപ്പർ മെത്തേഡ്സ്. ഈ 2 നമ്പറിനെ എങ്ങനെ എടുത്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ അതിനെ ഏറ്റവും സ്മാർട്ട് ആയിട്ട് യൂസ് ചെയ്യുക. ഇപ്പൊ നോളജ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, എല്ലാവർക്കും എല്ലാ നമ്പറിനും നോളജ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്മാർട്ട് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഒരു നമ്പർ ചെയ്തുകൊണ്ട് അതിന്റെ തൊട്ടടുത്തുള്ള നമ്പറിന്റെ അടുത്തുള്ള നമ്പർ ആണെങ്കിൽ നമ്മൾ വെറുതെ ആ നമ്പർ എടുത്ത് വെച്ച് വീണ്ടും ഡിവൈഡ് ചെയ്യുന്ന എന്തിനാ? ഇപ്പൊ 999 ഡിവൈഡ് ചെയ്തു, തൊട്ടടുത്ത് 1000 എടുത്ത് വെച്ച് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കല്ലേ. അങ്ങനെ 1000 വീണ്ടും ഡിവൈഡ് ചെയ്യുന്ന എന്തിനാ? തൊട്ടടുത്തുള്ള നമ്പർ അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ 24 ആഡ് ചെയ്യോ മൈനസ് ചെയ്യോ ചെയ്താൽ പോരെ. ഇപ്പൊ ഇവിടുത്തെ കേസിൽ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ വേറൊരു കേസിലാണെങ്കിൽ ചിലപ്പോൾ മൈനസ് ചെയ്താലും മതി. ഇപ്പൊ നമ്മൾ ഈ 1000 വെച്ചാണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ 1008 കിട്ടി കഴിഞ്ഞാൽ ലാർജസ്റ്റ് 3 ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 24 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ 1008 നിന്ന് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ സ്മാർട്ട് മെത്തേഡ് ഇവിടെയും കാണിച്ചു തരാം. 1008 നിന്ന് ഒരു 24 അങ്ങ് മൈനസ് ചെയ്താൽ പോരെ. 24 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 984 ഇവിടെ നിന്ന് കിട്ടും. നമ്മളിവിടെ ഈ 1008 കണ്ടുപിടിച്ച പോലെ തന്നെ ഈ 984 നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ഇതിന്റെ തൊട്ട് ബാക്കിലുള്ള ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പറാണ് വേണ്ടി. അങ്ങനെയാണെങ്കിൽ 1008 നമ്മൾ 24 കുറച്ച് എന്തായാലും 3 ഡിജിറ്റേ വരത്തുള്ളൂ. എന്നിട്ട് അത് ഏറ്റവും വലിയ, അതിന്റെ തൊട്ട് പുറകുള്ള നമ്പറും അത് ഏറ്റവും വലിയ നമ്പർ ആയിരിക്കും. 24ന്റെ ഏറ്റവും വലിയ മൾട്ടിപ്പിൾ ആയിരിക്കും. അവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ അതിനെ സ്മാർട്ട് ആയിട്ട് ആക്ട് ചെയ്യുക. രണ്ടും കണ്ടുപിടിക്കാൻ നിൽക്കുകയും ചെയ്യില്ല. ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചോ തന്നെ ആൻസർ എടുക്കാൻ നോക്കുക. ഓക്കെ അല്ലേ? അടുത്ത ദിവസത്തിലേക്ക് പോകാം. നമ്മൾ അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് അത് നല്ലപോലെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അതിനെ ഏറ്റവും സ്മാർട്ട് ആയിട്ട് നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യാം. ഇനി അടുത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ചുമ്മാ ഒരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റൻ ആണ് തന്നേക്കുന്നത്. സോൾവ് ദി ഫോളോയിങ് 64.916 പ്ലസ് 1.456 മൈനസ് 25.326. അപ്പൊ ഭയങ്കര റഫ് നമ്പേഴ്സാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്തു തുടങ്ങുന്ന മുമ്പ് എന്ത് ചെയ്യണം? ആദ്യം ഓപ്ഷനിൽ വന്ന് ചെക്ക് ചെയ്യണം. ഓപ്ഷൻ അടുപ്പിച്ചാണോ തന്നേക്കുന്നത്, അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ അടുപ്പിച്ചാണ് തന്നേക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ നല്ലപോലെ ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷെ ദൂരെയാണ് ഓപ്ഷൻ തന്നേക്കുന്നതെങ്കിൽ, ഞാൻ 3, 4, 5ന്റെ ഒക്കെ വ്യത്യാസമുണ്ട് ഓപ്ഷൻ എങ്കിൽ നമ്മൾ അതിനെ എക്സാക്ട്ലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? ഒന്ന് റഫ് ആയിട്ട് ചെയ്താലും ആൻസർ കിട്ടും. ഓക്കെ, ഇപ്പൊ ഞാൻ ഓപ്ഷനിലേക്ക് വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്ഷൻ വളരെ അടുപ്പിച്ച് തന്നേക്കുന്നത്. 41, 40, 41, 40. അതിന്റെ ഡെസിമൽ അടക്കം വരുന്നോണ്ട് അത് കുറച്ചുകൂടി അടുപ്പിച്ച് തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ പ്രോപ്പർലി ചെയ്താലേ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതേപോലത്തെ വാല്യൂസ് വരുമ്പോൾ നിങ്ങൾ അതിനെ പ്രോപ്പർലി ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ആ ഡെസിമലിന്റെ റൈറ്റ് സൈഡിലുള്ള വാല്യൂ സെപ്പറേറ്റ് ഹാൻഡിൽ ചെയ്യുക. ഇപ്പൊ 64 സെപ്പറേറ്റ് എടുക്കുക, ആ 1 സെപ്പറേറ്റ് എടുക്കുക, -25 സെപ്പറേറ്റ് എടുക്കുക. ആൻഡ് ആ ഡെസിമലിന്റെ റൈറ്റ് സൈഡിലുള്ള വാല്യൂസ് ഇല്ലേ, നമ്മുടെ ഡെസിമൽ വാല്യൂസ്, അതിനെ സെപ്പറേറ്റ് ഹാൻഡിൽ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇപ്പം 0.916 ഉണ്ട്, അതേപോലെ 0 നമ്മൾ 1 ഓൾറെഡി എടുത്തു. സോ 0.456 ഉണ്ട്, ദെൻ -0.326 ഉണ്ട്. അത് സെപ്പറേറ്റ് ഹാൻഡിൽ ചെയ്യുക. അത്രേ ഉള്ളൂ. അങ്ങനെ ഈ 64 കൂടെ ഒന്നുകൂടി കൂട്ടി 65 വരും. 65 നിന്ന് 25 മൈനസ് ചെയ്താൽ നമുക്ക് എത്രയെന്ന് വരും? 40 വരും. അപ്പോൾ ഉടനെ പോയി നമ്മൾ എന്താ ആൻസർ മാർക്ക് ചെയ്യില്ല? 40 ആൻസർ മാർക്ക് ചെയ്യില്ല. ആൻസർ വളരെ അടുപ്പിച്ചെടുക്കുന്നതുകൊണ്ട് നമ്മൾ മറ്റേത് കൂടി നോക്കിയിട്ട് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതോടെ നമ്മളൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. നമ്മൾ അത് ഒന്ന് എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഇത് രണ്ടും കൂടി തമ്മിൽ മൈനസ് ചെയ്യുകയാണെങ്കിൽ, ഇത് രണ്ടും കൂടി തമ്മിൽ മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് 0.4 നിന്ന് 3 പോയി കഴിഞ്ഞാൽ 1 വരും. 5 നിന്ന് 2 പോയി കഴിഞ്ഞാൽ 3 വരും. 6 നിന്ന് 6 പോയി കഴിഞ്ഞാൽ 0 വരും. അങ്ങനെയാണെങ്കിൽ ഈ 0.916ന്റെ കൂടെ ഒരു 130 കൂടി നമ്മൾ ആ ഒരു 0.130 കൂടി ഒന്ന് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്ര വരും? 916 നമ്മൾ ആ 130 കൂടി ആഡ് ചെയ്താൽ നമുക്ക് 6, 4, 10 ഡെസിമൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ 1.046 എന്ന് വരും. 1.046 എന്ന് വരും. ഇപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്ത് എന്ത് സംഭവിക്കും? 40ന്റെ കൂടെ ഒന്നുകൂടി ആഡ് ചെയ്താൽ 41 എന്ന് വരും. പിന്നെ 0.046 എന്ന് വരും. 41.046. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ 41.046 ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ ആൻസർ കിട്ടുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നമ്മൾ ആ സിംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പ്രോപ്പർ ഇന്റിജർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ നോർമലായിട്ട് സിംപ്ലിഫൈ ചെയ്ത് പോവുക. അതല്ല ഇതേപോലത്തെ ഡെസിമൽ വാല്യൂസ് ആണ് തരുന്നതെങ്കിൽ അവിടെ അപ്രോക്സിമേഷന്റെ കൺസെപ്റ്റാണ് വരുന്നത്. അപ്പൊ അപ്രോക്സിമേഷന്റെ കൺസെപ്റ്റ് വരുന്നെങ്കിലും നിങ്ങൾ ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കണം. അവർ ഓപ്ഷൻ അപ്രോക്സിമേറ്റ് ആണോ തന്നേക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്രോക്സിമേഷന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ യൂഷ്വലി ഓപ്ഷൻസ് അപ്രോക്സിമേറ്റ് ആയിരിക്കണം. പക്ഷെ അവർ ഓപ്ഷൻ അപ്രോക്സിമേറ്റ് തന്നെ തരണമെന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റൻ നമ്മൾ ഇതിന് മുമ്പ് അപ്രോക്സിമേറ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് വരാത്ത ക്വസ്റ്റൻ ആണ് ഇത്. ഇവിടെ ഓപ്ഷനൊക്കെ വളരെ അടുപ്പിച്ച് തന്നേക്കുന്നത് അപ്രോക്സിമേറ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൻസർ എടുക്കുമ്പോഴും എന്ത് ചെയ്യണം? അതിനെ വളരെ എക്സാക്റ്റ് ആയിട്ട് തന്നെ എടുക്കണം. എക്സാക്റ്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ഒരുപാട് എഴുതി ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക? നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുക. അതിന്റെ എഴുതുന്നത് മാക്സിമം കുറയ്ക്കുക. നിങ്ങൾക്കറിയാം ഫസ്റ്റ് ലൈൻ എഴുതേണ്ട ആവശ്യമില്ല. ആ സെക്കൻഡ് ലൈൻ നമുക്ക് അവിടെ നിന്ന് നോക്കി എഴുതാവുന്നതേ ഉള്ളൂ. 64 + 1 65 -25 40 എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നോക്കി എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതൊക്കെ നോക്കി എഴുതുക. എന്നിട്ട് ജസ്റ്റ് ആൻസർ മാത്രം കണ്ടുപിടിച്ച് എടുക്കാൻ എപ്പോഴും ശ്രമിക്കാം. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ അഗൈൻ ഒരു സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. റൂട്ട് വരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 81 എന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം 9 ആണ്. 9ന്റെ സ്ക്വയർ ആണ് 81. ഇനി റൂട്ട് ഓഫ് 0.81, അപ്പൊ നമുക്ക് അറിയാം 81ന്റെ റൂട്ട് 9 ആണ്, പക്ഷെ 0.81 ആയതുകൊണ്ട് അവിടെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 0.9 ആയിരിക്കും വരുന്നത്. അടുത്ത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ 0.0081. 81ന്റെ 9 വരും, പക്ഷെ 2 പൂജ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 ഡെസിമൽ ഉണ്ടെങ്കിൽ ആൻസർ എടുക്കുമ്പോൾ എത്ര ഡെസിമൽ വരണം? 1 ഡെസിമൽ വരണം. പിന്നെ അത് കൂടാതെ 81 ആയതുകൊണ്ട് നമുക്ക് എന്തുകൂടി വരും? 9 എന്ന് വരും. അപ്പൊ അതെല്ലാം കൂടി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ വരും. ഇനി റൂട്ട് ഓഫ് 10,000 എന്ന് പറഞ്ഞാൽ അത് എത്ര വരും? 100 എന്ന് വരും. 100ന്റെ സ്ക്വയർ എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 10,000 വരുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ആ 100 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9.99 എന്ന് വരും. നമ്മൾ അതിനെ 100 കൊണ്ട് ആഡ് ചെയ്താൽ ഡെസിമൽ ഒക്കെ പോയിട്ട് ആൻസർ എന്തെന്ന് വരും? 999 ആൻസർ വരും. അപ്പൊ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ സി 999 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആൻസർ കിട്ടുന്നുണ്ട്. വേറെ ഡിഫിക്കൽട്ടി ഒന്നും ഇല്ല. വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ 999 നമുക്ക് ആൻസർ വരും. ഇനി അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോവാം. A, B, C is a right angle triangle, right angled at C. If A is 60 degree and AC is 20 root 3 units, then find AB. നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു ട്രയാങ്കിളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ്. അതിലും റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ് നമുക്കത്. അതിന്റെ ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും ഇല്ല. നമ്മുടെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിന്റെ ഒരു കൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രിഗ്നോമെട്രിയുടെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഒരു കൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. അപ്പൊ അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. നമുക്കൊന്ന് റഫ് ആയിട്ട് ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കാം. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നമുക്കവിടെ ട്രയാങ്കിൾ എ ബി സി ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. എവിടാണ് റൈറ്റ് ആംഗിൾ എടുത്തേക്കുന്നത്? റൈറ്റ് ആംഗിൾ സി എന്നാ പറഞ്ഞത്. അപ്പൊ ഇതായിരിക്കും നമ്മുടെ സി എന്ന് പറയുന്നത്. അപ്പൊ ഇത് സി ആണെങ്കിൽ നമ്മുടെ എ ബി സി എങ്ങനെ ആയിരിക്കും പോകുന്നത്? ഇവിടെ എ വരണം, ആൻഡ് ഇവിടെ ബി വരണം, എന്നിട്ട് ഇവിടെ സിയും വരണം. ഇനി അവിടെ പറയുന്ന ആംഗിൾ എ 60 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് തന്നിരിക്കുന്നത്. അങ്ങനെ ഈ ചോദിക്കുന്നത് നമുക്ക് എ സി എത്രയാണ് തന്നിട്ടുണ്ട്? ഈ എ സി എന്ന് പറയുന്നത് 20 root 3 ആണ് തന്നിട്ടുണ്ട്. ചോദിക്കുന്നത് നമ്മളോട് ഈ എ ബി ഹൈപ്പോട്ടനസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് പൈത്തഗോറസ് ഒക്കെ യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ പൈത്തഗോറസ് ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ഏതാണ്? നമ്മുടെ ഈ പറയുന്ന ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. നമ്മുടെ 60 ഡിഗ്രി ആണ് അവിടെ വന്നേക്കുന്നത്. നിങ്ങൾക്കറിയാം, നമുക്ക് 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ ടാനിന്റെ വാല്യൂസ് എടുക്കേണ്ടത്. ടാനിന്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ടാൻ 60യുടെ റേഷ്യോ എന്താ? നമുക്ക് √3:1:2 എന്നുള്ളത് ടാൻ 60യുടെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒന്നെന്ന് പറയുന്നത് 20 root 3 ആണെങ്കിൽ പെട്ടെന്ന് ആൻസർ എടുക്കുന്ന പറയാം, എന്നിട്ട് അതിന് ശേഷം അതിനെ പ്രോപ്പർലി എഴുതി ആൻസർ എടുക്കുന്നത് ഞാൻ ഡെഫിനറ്റ്ലി പറയാം. ഇപ്പൊ ഒന്നെന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മൾ ടാൻ 60, നമ്മൾ എപ്പോഴും ഇതുപോലത്തെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് വരുമ്പോൾ ടാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ ടാൻ 60 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് ആണ്. അപ്പൊ ടാൻ 60 എന്ന് പറഞ്ഞാൽ എന്താണ്? √3/1 ആണ്, അല്ലെങ്കിൽ √3 ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് √3യും അഡ്ജസെന്റ് 1ഉം, അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടനസ് എന്ത് വരും? പൈത്തഗോറസ് ഉപയോഗിക്കുകയാണെങ്കിൽ √3യും 1ന്റെയും സ്ക്വയർ എടുത്ത് ആഡ് ചെയ്താൽ നമുക്ക് അത് റൂട്ട് എടുക്കുമ്പോൾ 2 എന്ന് വരും. ഇനി ഈ ഒന്നെന്ന് പറയുന്നതാണ് 20 root 3 എന്ന് പറയുന്നത് 20 root 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താ? 2 എത്ര എന്നല്ല കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ഒന്നെന്ന് പറഞ്ഞാൽ 20 root 3 ആണെങ്കിൽ 2 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? അതിന്റെ ഇരട്ടി ആയിരിക്കത്തില്ലേ? 40 root 3. അത്രേ ഉള്ളൂ. നോക്കിയേ, വളരെ ഈസി ആയിട്ട് ആൻസർ വരുന്നില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. പണ്ട് സ്കൂളിൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്, കൺസിഡറിംഗ് ട്രയാങ്കിൾ ABC എന്നൊക്കെ പറഞ്ഞ്. നമ്മൾ അങ്ങനെയൊന്നും ഇവിടെ ചെയ്യാറില്ല. നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു അപ്രോച്ച് ഇപ്പം കണ്ടാൽ നിങ്ങൾ ഈ ഒരു അപ്രോച്ച് ഇല്ലേ, വളരെ ഷോർട്ട് ആയിട്ടുള്ള ഈ ഒരു അപ്രോച്ച്, ഇതാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്ന അപ്രോച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്കതൊന്ന് പ്രോപ്പർലി മനസ്സിലാവാൻ വേണ്ടി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ നല്ലപോലെ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ നമുക്കിവിടെ പറഞ്ഞേക്കുന്ന അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ടാൻ 60 ഡിഗ്രി എടുക്കും. അപ്പൊ ടാൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് ആണ് ടാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ആ ഒരു BC ആണ് വരുന്നത്, ആൻഡ് അഡ്ജസെന്റ് എന്ന് പറയുന്നത് CA ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഓപ്പോസിറ്റും അഡ്ജസെന്റും ഒക്കെ എടുത്തിട്ട്, പക്ഷെ നമുക്ക് ആക്ച്വലി ഈ സൈഡിന്റെ ആവശ്യമില്ല. നമ്മൾ പണ്ട് സ്കൂളിലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ആ CV ഒക്കെ കണ്ടുപിടിച്ചിട്ടേ ആൻസർ കണ്ടുപിടിക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കത്തില്ല. അപ്പൊ നമ്മുടെ ഈ പറയുന്ന നമുക്ക് ടാൻ 60 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു കൈൻഡ് ഓഫ് ട്രിപ്ലെറ്റിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് അഡ്ജസെന്റ് ഹൈപ്പോട്ടനസ്, അല്ലെ നമ്മുടെ ഈ ഓപ്പോസിറ്റിന്റെ കറസ്പോണ്ടിങ് റേഷ്യോ ആണ് 1 എന്ന് പറയുന്നത്. അഡ്ജസെന്റിന്റെ കറസ്പോണ്ടിങ് റേഷ്യോ ആണ് നമ്മുടെ √3 എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം ഹൈപ്പോട്ടനസ് എങ്ങനെ എടുക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പൈത്തഗോറസ് വെച്ച് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെന്ന് വരും? 2 എന്ന് വരും. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രയാങ്കിളുടെ റേഷ്യോ, ഓക്കെ, ഓപ്പോസിറ്റും അഡ്ജസെന്റും ഹൈപ്പോട്ടനസിന്റെ റേഷ്യോ 1:√3:2 ആണെന്ന് നമുക്ക് പറയാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ചുമ്മാ ഒന്ന് കമ്പയർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഒരു വാല്യൂസ് എവിടേക്കാണ് വരുന്നത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന നല്ലപോലെ എഴുതാം. ഈ 1 എന്ന് പറയുന്നത് എവിടെ വരുന്നത്? നമ്മുടെ ആ AC എന്നുള്ള സംഭവമാണ് വരുന്നത്. ആ √3 എന്ന് പറയുന്നത് വരുന്നത് എവിടെ? നമ്മുടെ CB എന്നുള്ളതാണ് √3 എന്ന് പറയുന്നത്. ആൻഡ് ആ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്കറിയാം, AB കണ്ടുപിടിക്കാനാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ ഏത് വാല്യൂ അറിയാം എന്ന് ചെക്ക് ചെയ്ത് നോക്കുക.
നമുക്ക് ഏതാ അറിയാവുന്നേ? നമുക്ക് ആ 1 അല്ലേ അറിയാവുന്നേ? ആ AC എത്രാന്ന് നമുക്കറിയാം. അപ്പൊ ആ 1 എന്ന് പറയുന്നതല്ല അവർ എത്രയും തന്നേക്കുന്നത്, നമുക്ക് 20√3 എന്ന് തന്നേക്കുന്നേ. അപ്പൊ 1 എന്ന് പറഞ്ഞാൽ 20√3 ആണെങ്കിലേ നമുക്ക് 1 × 20√3 ചെയ്താലല്ലേ 20√3 വരത്തുള്ളൂ. അപ്പൊ 1 എന്ന് പറഞ്ഞാൽ 20√3 ആണെങ്കിൽ നമ്മുടെ ഈ 2 എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? നമുക്ക് ഹൈപ്പോട്ടനസ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? അത് എത്ര ആയിരിക്കണം? 1 എന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ 2 എന്ന് പറയുന്നത് ഇരട്ടി എടുത്താൽ പോരാ. അതിന്റെ ഇരട്ടി എത്ര ആയിരിക്കും? 40√3 ആയിരിക്കത്തില്ലേ? അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് യൂസ് ചെയ്യുക? നല്ലപോലെ നമ്മുടെ ട്രിപ്ലറ്റിന്റെ കൺസെപ്റ്റും അതുപോലെ നമ്മുടെ പൈത്തഗോറസിന്റെ കൺസെപ്റ്റും ഒക്കെ നല്ലപോലെ ഉപയോഗിക്കുക. നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇപ്പൊ ആൻസർ എത്ര വരും? 40√3 മീറ്റർ എന്ന് പറയും. നിങ്ങൾക്കറിയാം, സ്റ്റെപ്പ് ഒന്നും എഴുതാതെ ആ ഫിഗർ ഒന്ന് റഫ് ആയിട്ട് വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി എന്ത് കിട്ടുന്നുണ്ട്? ആൻസർ കിട്ടുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അടുത്തത് നമ്മുടെ ഒരു ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റൻ ആണ്. ട്രിഗ്നോമെട്രിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ക്വാഡ്രന്റ് സിസ്റ്റത്തിന്റെ ക്വസ്റ്റൻ ആണ് ചോദിച്ചേക്കുന്നത്. ട്രിഗ്നോമെട്രിയിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ ആയ ആ ഒരു ക്വാഡ്രന്റ് സിസ്റ്റം, അതിന്റെ ക്വസ്റ്റൻ ആണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റൻ നേരത്തെയും ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് എങ്ങനെ ആൻസർ എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മളിതും നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടാന്റെ വാല്യൂസ് വന്നേക്കുന്നത്. നമുക്ക് ക്വാഡ്രന്റ് സിസ്റ്റം വെച്ച് നമുക്ക് നല്ലപോലെ അറിയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ടാൻ എ ഇൻറ്റു ടാൻ ബി ഈക്വൽ ടു നമുക്ക് എന്തായിരിക്കും? 1 ആയിരിക്കും. എപ്പോ നമ്മുടെ എ പ്ലസ് ബി 90 ഡിഗ്രി ആണെങ്കിൽ, ഇഫ് എ പ്ലസ് ബി ഈക്വൽ ടു 90 ഡിഗ്രി ദെൻ ടാൻ എ ഇൻറ്റു ടാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ വേണ്ടി നമ്മൾ നോക്കിയാൽ ഈ 11ഉം ഈ 79ഉം ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര വരുന്നത്? 90 അല്ലേ വരുന്നത്? അങ്ങനെയാണെങ്കിൽ അത് രണ്ടും കൂടി നമുക്ക് എന്തായി പോകും? 1 ആയി പോകും. ഞാൻ നല്ലപോലെ മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒന്ന് എടുത്തെഴുതാം. ടാൻ 11 ഇൻറ്റു ടാൻ 79. ഞാൻ അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 90 വരും. അങ്ങനെയാണെങ്കിൽ ആ ഒരു പോർഷൻ മൊത്തം എന്തായി പോകും? 1 ആയി പോകും. ടാൻ എ ഇൻറ്റു ടാൻ ബി വേറെ 11 പ്ലസ് 79 നമുക്ക് ഈ പറയുന്ന 90 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് 1 ആയി പോകും. ഇനി അതേപോലെ അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 41ഉം 49ഉം ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര തന്നെ കിട്ടുന്നത്? നമുക്ക് അതേ 90 തന്നെ അല്ലേ കിട്ടുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെയും പറഞ്ഞൂടെ, നമ്മുടെ ടാൻ 41 ഇൻറ്റു ടാൻ 49 എന്ന് പറയുന്നത് എന്തായി പോകും? 1 ആയി പോകും. ബിക്കോസ് ആ 1ഉം 49 കൂടി ആഡ് ചെയ്താൽ എത്ര വരുന്നുണ്ട്? 90 വരുന്നുണ്ട്. അപ്പൊ അതും 1 ആയി. ഇനി എന്തേ ഉള്ളൂ? ഒരെണ്ണം മാത്രമേ എക്സ്ട്രാ ഉള്ളൂ. എന്താ? ടാൻ 45 മാത്രം. അങ്ങനെ ശരിക്കും നമുക്ക് ആ ടാൻ 45യുടെ വാല്യൂ മാത്രം അറിഞ്ഞാൽ പോരെ ആൻസർ എടുക്കാൻ വേണ്ടി. അങ്ങനെ 1 ഇൻറ്റു എന്താ? ടാൻ 45യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതും 1 അല്ലേ? അപ്പൊ അങ്ങനെ 1 ഇൻറ്റു 1 ഇൻറ്റു 1 എന്ന് വരും. ആൻസർ എന്തേ വരത്തുള്ളൂ? 1 എന്ന് വരത്തുള്ളൂ. എന്നിട്ട് ഇത് അറിയാവുന്ന ഒരാൾക്ക്, ലൈക്ക് ഈ ക്വാഡ്രന്റ് സിസ്റ്റത്തിന്റെ കൺസെപ്റ്റ് നല്ലപോലെ അറിയാവുന്ന ഒരാൾക്ക് അതിന്റെ ആൻസർ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ചുമ്മാ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ഇങ്ങനെ നോക്കി ആൻസർ എടുക്കാൻ പറ്റും. സോ ട്രിഗ്നോമെട്രി വളരെ ഈസി ടോപ്പിക് ആണ്. ഒരുപാട് പേരൊക്കെ ഈ ട്രിഗ്നോമെട്രി ടോപ്പിക്സ് ഒക്കെ സ്കിപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. സ്കിപ്പ് ചെയ്യാതിരിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമ്മൾ അതിനെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് പോകാം. നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ എടുക്കാൻ പറ്റും. നമുക്ക് കാണാൻ പറ്റും ഇവിടെ എത്ര സ്റ്റെപ്പ് ഉണ്ട്? ഒറ്റ സ്റ്റെപ്പല്ലേ ഉള്ളൂ. ആൻഡ് ഒരു സ്റ്റെപ്പിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അതവിടെ നോക്കി പറയാൻ പറ്റത്തില്ലേ? കാര്യം അറിയാവുന്ന ഒരാൾക്ക്. സോ വളരെ ഈസിയാണ്. അതിനെ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തു പോകാം. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുകയും ചെയ്യും. ഐ ഹോപ്പ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ക്വാഡ്രന്റ് സിസ്റ്റവും ട്രിഗ്നോമെട്രിയുടെ ഈ ഒരു ഏരിയസ് ഒക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ട്രിഗ്നോമെട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ക്വാഡ്രന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് എക്സാമിൽ ചോദിച്ചേക്കുന്ന 50%-നെക്കാളും കൂടുതലും ട്രിഗ്നോമെട്രി ക്വസ്റ്റ്യൻ ക്വാഡ്രന്റ് സിസ്റ്റം ബേസ് ചെയ്തുള്ളത് മാത്രമാണ് ചോദിച്ചേക്കുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി നമുക്ക് ട്രിഗ്നോമെട്രി ടേബിളിന്റെ കൺസെപ്റ്റ് കൂടി അവിടെ വരും. നിങ്ങൾക്കറിയാം ടാൻ 45 കണ്ടുപിടിക്കണം നമുക്ക് അവിടെ. അപ്പൊ ആ ട്രിഗ്നോമെട്രി ടേബിളും ക്വാഡ്രന്റ് സിസ്റ്റം കൂടി ചേർന്നിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ, ലൈക്ക് മോർ ദാൻ 50% ചോദിച്ചേക്കുന്നത്. സോ നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ആ ഒരു ക്വസ്റ്റൻസ് മിസ് ആകുകയേ ചെയ്യല്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മിനിമം വാല്യൂ ഓഫ് 9 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 10 കോസ് സ്ക്വയർ തീറ്റ ഈസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ട്രിഗ്നോമെട്രി നിന്നുള്ള മാക്സിമ ആൻഡ് മിനിമ, നമ്മുടെ ട്രിഗ്നോമെട്രി നിന്നുള്ള മാക്സിമ ആൻഡ് മിനിമ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ ചോദിക്കുന്ന കുറെ ഫങ്ഷൻസ് ഉണ്ട് മാക്സിമ ആൻഡ് മിനിമയുടെ അണ്ടറിൽ. മിനിമ, ഓക്കെ, മാക്സിമ ആൻഡ് മിനിമയുടെ അണ്ടറിൽ നമുക്ക് കുറേ ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ കുറേ ഫങ്ഷൻസിൽ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് എക്സാമ്പിൾ ചോദിക്കുന്ന ഫംഗ്ഷൻ ആണ് നമുക്കിപ്പം തന്നേക്കുന്നത്. ഈ ഒരു ഫംഗ്ഷന്റെ മിനിമം വാല്യൂ എന്താ ചോദിക്കുന്നത്. ബസ് ഇതിന്റെ പുറമുള്ള കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതിന്റെ പുറമുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്കത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി മാക്സിമം വാല്യൂ ആൻഡ് മിനിമം വാല്യൂ എടുക്കാനുള്ള കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷന്റെ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും എ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ബി കോസ് സ്ക്വയർ തീറ്റ എന്നൊരു ഫംഗ്ഷൻ തന്നിട്ട് നമുക്ക് അതിന്റെ മാക്സിമം വാല്യൂ ആൻഡ് മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇപ്പം ഒരു കണ്ടീഷനിൽ നമ്മുടെ എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ, ഓക്കെ, നമ്മുടെ മാക്സിമം വാല്യൂ ആൻഡ് മിനിമം വാല്യൂ എടുക്കുന്ന സമയത്ത് നമ്മുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു വലിയ വാല്യൂ എയും മിനിമം വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ബി ആയിരിക്കും. അതേ സ്ഥലത്ത് ഇത് തിരിച്ചാണെങ്കിൽ എന്ന് പറയുന്നത് നമ്മുടെ എ ഇസ് ലെസ് ദാൻ ബി ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബി വലുതാണെങ്കിൽ നമ്മുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്ന ബിയും നമ്മുടെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ആയിരിക്കും. നമ്മുടെ
മാക്സിമം വാല്യൂ, മാക്സിമ ആൻഡ് നമ്മുടെ മിനിമ. ഓക്കെ, അപ്പം സിമ്പിൾ ആയിട്ട് വലുത് എ ആൻഡ് ബി എടുക്കുക. തന്നേക്കുന്ന ആ ഫംഗ്ഷനിൽ നമുക്ക് ആ ഒരു ഇപ്പം 9 ആൻഡ് 10 ആണ് ഇപ്പോൾ ഇവിടെ തന്നേക്കുന്നത്. അതുപോലെ ആ വാല്യൂസ് എടുക്കുക, എന്നിട്ട് ചെക്ക് ചെയ്യുക ഏതാണോ വലുത് അത് മാക്സിമം ആയിരിക്കും, ഏതാണോ ചെറുത് അത് മിനിമം ആയിരിക്കും. അത്രേ ഉള്ളൂ, ആ രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾ ഓർത്ത് വെച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു വാല്യൂസ്. ആൻഡ് ഈ ഒരു ഫംഗ്ഷൻ ആണ് ഏറ്റവും നമുക്കിവിടെ ഏകദേശം ഐ തിങ്ക് നമുക്കൊരു 9 10 ഫംഗ്ഷൻസ് ഉണ്ട് നമുക്ക് ഇതേപോലത്തെ. അപ്പോൾ 9 10 ഫംഗ്ഷൻസിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്താ? ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ നമുക്കിപ്പോൾ പെട്ടെന്ന് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അവിടെ ഒരു എ ആൻഡ് ബി എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിവിടെ എയും ബി എന്ന് എടുത്തത് പോലെ നമ്മളിവിടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ 9 10 ആണ് തന്നേക്കുന്നത്. നമുക്ക് ഇവിടെ ക്ലിയർലി കാണാം that 10 is greater than 9. സോ നമ്മുടെ ബി ഈസ് ഗ്രേറ്റർ ദാൻ എ എന്ന് നമുക്ക് പറയാം. നിങ്ങളുടെ ഇവിടെ ഇപ്പോൾ ചോദിച്ചിരുന്നത് മിനിമം വാല്യൂ എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ മിനിമം വാല്യൂ എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ മിനിമം വാല്യൂ ഏതാണോ അതങ്ങ് എടുത്താൽ മതി. സോ നമ്മുടെ മിനിമം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ആ 9 ആയിരിക്കും മിനിമം എന്ന് പറയുന്നത്. മാക്സിമം ആണ് ചോദിച്ചെങ്കിൽ ആൻസർ എന്തെന്ന് വന്നേനെ 10 എന്ന് വന്നേനെ. അപ്പോൾ 10 നമുക്ക് മാക്സിമം ആണ് ചോദിച്ചതെങ്കിൽ നമുക്ക് 10 എന്ന് വന്നേനെ. ഇപ്പം മിനിമം ആണ് ചോദിച്ചിരിക്കുന്നത്, സോ നമുക്ക് 9 ആയിരിക്കും ആൻസർ വരുന്നത്. സോ ഓപ്ഷനിലേക്ക് വരുമ്പം ഓപ്ഷൻ ഡി 9 ആണ് നമ്മളുടെ ആൻസർ. സിമ്പിൾ ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് ഈ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റിന്റെ ആൻസർ എടുക്കുന്നത്. നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഓർത്ത് വെച്ചിക്കോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ അഗെയിൻ നമ്മുടെ ട്രിഗ്നോമെട്രിയിൽ തന്നെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ പറയുന്നത് എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദി ബാങ്ക്സ് ഓഫ് എ റിവർ ഒബ്സർവ് ദാറ്റ് ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ എ ട്രീ ഓൺ ദി ഓപ്പോസിറ്റ് ബാങ്ക് ഈസ് 60 ഡിഗ്രി. എന്താ പറയുന്നത്? ഒരു റിവർ ഉണ്ട്, ആ റിവറിന്റെ ഒരു ബാങ്കിൽ നിന്നുകൊണ്ട് ആ റിവറിന്റെ മറ്റേ ബാങ്കിലുള്ള ഒരു ട്രീന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ, റിവറിന്റെ ബാങ്കിൽ നിന്നുകൊണ്ട്, ഇപ്പോൾ ഇതാണ് നമ്മുടെ റിവർ എന്ന് വിചാരിച്ചോളൂ. സോ ഈ റിവറിന്റെ ഒരു ബാങ്കിൽ നിന്നുകൊണ്ട് മറ്റേ ബാങ്കിൽ നിൽക്കുന്ന ഒരു ട്രീയുടെ മുകളിലേക്ക് നോക്കുമ്പോൾ, നമുക്കൊരു ട്രീയുടെ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അവിടെ പറയുന്നത് നമ്മുടെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ട്രീ, ഇതാണ് നമ്മുടെ റിവർ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ഹി വാക്സ് 36 മീറ്റേഴ്സ് ബാക്ക്വേർഡ് ഓൺ ദി ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾ എന്ത് ചെയ്യുകയാണ്? ഇവിടുന്ന് ബാക്കിലേക്ക് ഒരു 36 മീറ്റർ നടക്കുവാണ്. 36 മീറ്റർ ആൾ നടക്കുവാണ് ബാക്കിലോട്ട്, ഇവിടെ നിന്ന് 36 മീറ്റർ. അങ്ങനെ നടന്നതിന് ശേഷം ഒബ്സർവ് ദി ആംഗിൾ ടു ബി 30 ഡിഗ്രി. ഇപ്പൊ ആൾ നോക്കിയപ്പോൾ ആൾക്ക് കാണാൻ പറ്റുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ എത്ര ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 30 ഡിഗ്രി ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ ആംഗിൾ 30 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ബ്രെത്ത് ഓഫ് ദി റിവർ? നമ്മുടെ ഈ റിവറിന്റെ ബ്രെത്ത് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു റിവറിന്റെ വിഡ്ത്ത് എത്രയാണ് അല്ലെങ്കിൽ ബ്രെത്ത് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു വാല്യൂ എന്ത് വരും എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഈ ട്രീയുടെ ഹൈറ്റ് അറിയോ? ട്രീയുടെ ഹൈറ്റ് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രീയുടെ ഹൈറ്റും അറിയത്തില്ല, ഈ ബ്രെത്തും അറിയത്തില്ല. അപ്പോൾ ഹൈറ്റ് അറിയുന്നെങ്കിൽ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഹൈറ്റും അറിയത്തില്ല, ബ്രെത്തും അറിയത്തില്ല. നമുക്ക് ആകെപ്പാടെ അറിയാവുന്നത് ആ ഒരു ഈ ഒരു ഡിസ്റ്റൻസ്, നമുക്ക് ആ 36 മീറ്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് അറിയാവുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റ്, എപ്പോഴെങ്കിലും നമുക്ക് ഇതേപോലത്തെ ഫിഗേഴ്സ് വരുമ്പോൾ നമുക്ക് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ലെറ്റ്സ് നമ്മുടെ ഈ 36 എന്ന് പറയുന്നതാണ് എക്സ് എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഇവിടുത്തെ ഈ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എപ്പോഴെങ്കിലും ഈ ഒരു എക്സ് തന്നിട്ട്, ഇതേപോലത്തെ ഫിഗേഴ്സിൽ എക്സ് തന്നിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുല ഉണ്ട്. ആ ഫോർമുല എന്ന് പറയുന്നത് ഹൈറ്റ് ഈക്വൽ ടു ആ എക്സ് എന്നുള്ള വാല്യൂ ബൈ നമ്മുടെ കോട്ട് θ1 മൈനസ് കോട്ട് θ2. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ഓർത്ത് വെക്കണം. നിങ്ങൾ ഈ ഒരു ഷോർട്ട് കട്ട് അറിയത്തില്ലെങ്കിൽ ഈ ഒരു ഫോർമുല അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നല്ലപോലെ നോട്ട് ചെയ്ത് വെക്കണം. ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നത് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴെങ്കിലും ഇപ്പോൾ ഈ 36 മീറ്റർ എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ് ഡിസ്റ്റൻസ് തന്നിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ട്രീയുടെ ഹൈറ്റോ പോളിന്റെ ഹൈറ്റോ അങ്ങനെ എന്തെങ്കിലും, നിങ്ങൾക്ക് എപ്പോഴും മിക്കവാറും ക്വസ്റ്റ്യനിൽ ഈ ഹൈറ്റ് ആണ് ചോദിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പൊ നമുക്ക് ഈ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ താഴത്തെ റിവറിന്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമുക്കിപ്പോൾ ഹൈറ്റും അറിയത്തില്ല. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യേണ്ടി വരും? ആ ഹൈറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. നമുക്ക് ആ ഹൈറ്റ് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ അറിയാവുന്ന വാല്യൂസ് അല്ല ഇതിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അറിയാവുന്ന വാല്യൂസ് എന്ന് പറയുമ്പോൾ എച്ച് ഈക്വൽ ടു ആ എക്സ് എന്ന് പറയുന്നത് 36 ആണെന്ന് നമുക്കറിയാം. ഇനി θ1 θ2 ഏതാ എന്നൊരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. വലിയ വാല്യൂ മൈനസ് ചെറിയ വാല്യൂ നിങ്ങൾ എടുത്താൽ മാത്രം മതി. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോട്ടിന്റെ ഈ ആംഗിൾ ഇടുന്ന സമയത്ത് അവിടെ വലിയ വാല്യൂ ഏതാ ചെറിയ വാല്യൂ ഏതാ എന്നുള്ളത് നിങ്ങൾ എടുത്താൽ മതി. നിങ്ങൾക്കറിയാം, നമുക്ക് കോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ 1360 അല്ലേ തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് കോട്ട് 30 ഡിഗ്രിയുടെയും കോട്ട് 60 ഡിഗ്രിയുടെയും വാല്യൂസ് നമുക്ക് അറിയാമല്ലോ. എന്താ കോട്ട് 30 ഡിഗ്രിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ √3 ആണ്. ആൻഡ് കോട്ട് 60 ഡിഗ്രിയുടെ വാല്യൂ എന്താണ്? 1/√3 ആണ്.
നിങ്ങൾ എടുക്കുന്ന സമയത്ത് ആ വലിയ വാല്യൂ മൈനസ് ചെറിയ വാല്യൂ നിങ്ങൾ എടുത്താൽ മാത്രം മതി. നിങ്ങൾ അറിയാതെ തിരിച്ചെടുത്താലും നിങ്ങൾക്ക് ഒരു മൈനസ് വരും. മൈനസ് വന്നാൽ നിങ്ങൾ ആ മൈനസ് ഇഗ്നോർ ചെയ്താൽ മതി. എടുത്തപ്പോൾ തിരിഞ്ഞു പോയി എന്ന് വിചാരിച്ചാൽ മതി. ആ മൈനസ് അങ്ങ് ഇഗ്നോർ ചെയ്തേക്കോ. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ആ വലിയ വാല്യൂ മൈനസ് ചെറിയ വാല്യൂ നിങ്ങൾ എടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ √3 നമുക്കറിയാം 1360 ആണെങ്കിൽ √3 1/√3 √3 മൈനസ് 1/√3 എന്ന് വരും. ഇനി ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ട്രീയുടെ ഹൈറ്റ് എന്താണെന്നുള്ളത് കിട്ടും. നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ 36 ബൈ നമുക്കറിയാം ഈ √3 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആകുമ്പോൾ 3 ആവും. എന്നിട്ട് 3 മൈനസ് 1 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 2 എന്ന് വരും. ബൈ √3 എന്ന് വരും. ആ √3 എവിടെ പോകും? അങ്ങ് മുകളിൽ പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു 2ഉം 36ഉം ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എത്രയെന്ന് വരും? 18 എന്ന് വരും. സോ ഫൈനലി നമുക്ക് ഇവിടുന്ന് എച്ചിന്റെ വാല്യൂ, ആ ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുന്നതിന്റെ വാല്യൂ 18√3 മീറ്റർ എന്ന് വരും. സോ ഇതാണ് നമ്മുടെ ആ ഒരു ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 18√3 മീറ്റർ. പക്ഷെ നമുക്ക് വേണ്ടിയ ഹൈറ്റും അല്ല, നമുക്ക് വേണ്ടി എന്താ ഈ ഒരു താഴത്തെ റിവറിന്റെ വിഡ്ത്താ വേണ്ടിയ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇതുപോലത്തെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റൻസ് വരുമ്പം നമ്മളവിടെ ഈ ഒരു ടാന്റെ വാല്യൂസിന്റെ റേഷ്യോസ് എടുത്താൽ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. ആ റേഷ്യോസിന്റെ കൺസെപ്റ്റ് നമുക്ക് ഇനി ഒന്ന് ഉപയോഗിക്കാം. ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് എന്തൊക്കെ അറിയാം? ഇവിടെ 60 ഡിഗ്രിയാ. അപ്പൊ ടാൻ 60 ആണെങ്കിൽ നമ്മുടെ റേഷ്യോ എന്താ വരുന്നത്? ഓപ്പോസിറ്റ് √3. ടാൻ 60 ആണെങ്കിൽ നമ്മൾ ഇനി ഏത് ട്രയാങ്കിൾ മാത്രമേ എടുക്കുന്നുള്ളൂ? ആ ചെറിയ ട്രയാങ്കിൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ട്രീ. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മുടെ 60 ഡിഗ്രി. ഇത് 60 ഡിഗ്രി. ഇത് നമ്മുടെ ട്രീയുടെ ഹൈറ്റ് നമുക്കറിയാം. ഈ റിവറിന്റെ വിഡ്ത്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ 60 ഡിഗ്രി ട്രയാങ്കിൾ മാത്രം എടുക്കുക. അങ്ങനെ ടാൻ 60 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ടാൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് √3 ആണ്. അപ്പൊ വെറും √3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം √3/1 ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അങ്ങനെയാണെങ്കിൽ ആ ഓപ്പോസിറ്റിന്റെ വാല്യൂ എന്ത് വരും? √3 എന്ന് വരും. ഈ അഡ്ജസന്റ് വാല്യൂ എത്രയെന്ന് വരും? 1 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇനി ഇതൊന്ന് കമ്പയർ ചെയ്ത് ആൻസർ എടുത്താൽ പോരെ. പിന്നെ ഹൈപ്പർനെസ് നമുക്ക് ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് 2 എന്ന് എടുക്കാമായിരുന്നു. ആവശ്യമില്ല. നേരത്തെ ആവശ്യം ഉണ്ടായിരുന്നു, നമ്മൾ എടുത്തു. ഇപ്പൊ ആവശ്യമില്ല, നമ്മൾ എടുക്കുന്നില്ല. അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇവിടുന്ന് അപ്പൊ ഇത് √3 ആണ്, ഇത് 1 ആണ്. നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ട്രയാങ്കിൾ ഒന്നും വരയ്ക്കാൻ നിൽക്കല്ലേ. ഇതിപ്പോ മനസ്സിലാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ ട്രയാങ്കിൾ വരച്ചത്. ഓക്കെ, അങ്ങനെ ഇത് √3യും ഇത് 1 ആണ്. നമുക്ക് ഏത് വാല്യൂ അറിയാം? നമുക്കിപ്പോ ഈ √3യുടെ കറസ്പോണ്ടിങ്, ആ √3യുടെ റേഷ്യോയുടെ കറസ്പോണ്ടിങ് ഉള്ള വാല്യൂ നമുക്ക് ഇപ്പൊ അറിയത്തില്ലേ? ആ √3 എന്ന് പറയുന്ന വാല്യൂ അല്ലേ നമുക്കിപ്പോ എന്തെന്ന് കിട്ടിയത്? ആ 18√3 മീറ്റർ എന്ന് നമുക്ക് കിട്ടിയത്. നമുക്ക് എന്താ വേണ്ടിയേ? ആ 1 എത്ര നല്ല വേണ്ടിയേ? അതല്ല വിഡ്ത്ത് ഓഫ് ദി റിവർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ആ ഹൈറ്റ് ഓഫ് ദി ട്രീ ആണ്. ഇനി ആ വിഡ്ത്ത് ഓഫ് ദി റിവർ വേണമെങ്കിൽ നമുക്ക് ആ വിഡ്ത്ത് ഓഫ് ദി റിവർ എന്ന് പറയുന്നതിന്റെ കറസ്പോണ്ടിങ് റേഷ്യോ എത്രയാണ്? 1 അല്ലേ? ആ 1 എത്രയാണെന്ന് കിട്ടിയാൽ പോരെ ആൻസർ കിട്ടാൻ വേണ്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടുന്ന് ഈ ഇവിടുന്ന് ഈ √3 കൂടി ക്യാൻസൽ ചെയ്താൽ √3 എന്ന് പറഞ്ഞാൽ 18√3. അങ്ങനെ ഈ √3 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് ആ 1 എന്ന് പറഞ്ഞാൽ എത്രയെന്ന് കിട്ടും? 18 മീറ്റർ എന്ന് കിട്ടത്തില്ലേ? അങ്ങനെ ആ റിവറിന്റെ വിഡ്ത്ത് എത്രയെന്ന് വരും? 18 മീറ്റർ എന്ന് വരും. ഓപ്ഷൻ ബി. നോക്കിയേ, വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ വരും. അപ്പൊ നിങ്ങൾക്ക് അവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ആ ഒരു ഹൈറ്റിന്റെ ഫോർമുല എപ്പോഴെങ്കിലും ആ എച്ചിന്റെ വാല്യൂ തരുവാണെങ്കിൽ h=h/cot θ1 - cot θ2. അതിലും cot θ1 - θ2 എടുക്കുന്ന സമയത്ത് cot θ1 - cot θ2 എടുക്കുന്ന സമയത്ത് എങ്ങനെ തീറ്റ എടുക്കണമെന്ന് പലർക്കും ഡൗട്ട് വരാറുണ്ട്. ഇപ്പൊ പലരും ആ ഫോർമുല ചിലപ്പോൾ ബുക്കിൽ നോക്കി പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ചിലപ്പോൾ ആ ഫോർമുല എടുക്കുന്ന സമയത്ത് ആ ആംഗിൾ ഏതാ, അയ്യോ ഏതാ θ1 ഏതാ θ2 ഞാൻ മറന്നുപോയി എന്നൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. നിങ്ങൾ ആ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അവിടെ 30 ആയിക്കോട്ടെ, 60 ആയിക്കോട്ടെ, 45 ആയിക്കോട്ടെ, നിങ്ങൾ അവിടെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ എടുക്കുന്ന സമയത്ത് വലിയ വാല്യൂ മൈനസ് ചെറിയ വാല്യൂ നിങ്ങൾ എടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി ഇട്ട് കൊടുത്ത സമയത്ത് അറിയാതെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ മാക്സിമം എന്ത് സംഭവിക്കും? ഒരു നെഗറ്റീവ് വരും. ആ നെഗറ്റീവ് അങ്ങ് ഇഗ്നോർ ചെയ്താൽ മതി. ഇട്ടപ്പോൾ വാല്യൂ തിരിഞ്ഞു പോയി, അതുകൊണ്ട് നെഗറ്റീവ് വന്നു. സോ നെഗറ്റീവ് ഇഗ്നോർ ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ അല്ലേ? ഈ ഒരു ഐഡിയാസ് യൂസ് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ അവിടെ ആ റിവറിന്റെ വിഡ്ത്തോട് ചോദിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ട്രയാങ്കിളുടെ റേഷ്യോസ് കൂടി ഉപയോഗിച്ചു. അതിന്റെ നമ്മൾ പണ്ട് സ്കൂളിൽ ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. നമ്മൾ പണ്ട് സ്കൂളിൽ ചെയ്യുന്ന സമയത്ത് ഈ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ നമ്മൾ സൈനും കോസും ടാനും ഫിഗറൊക്കെ വരച്ച് ഒരുപാട് ലെന്തി ആയിട്ട് കൺസിഡറിങ് ഈ ട്രയാങ്കിൾ, കൺസിഡറിങ് ആ ട്രയാങ്കിൾ എന്നൊക്കെ പറഞ്ഞാണ് ക്വസ്റ്റ്യൻസ് ചെയ്തു പോയിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ചെയ്യാൻ നിൽക്കുകയേ ചെയ്യില്ല. ഇവിടെ ക്വസ്റ്റ്യൻസിനെ എടുക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ടാൻ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. വേറെ ഒരു റേഷ്യോസ് നമ്മൾ ഉപയോഗിക്കത്തില്ല. ഇപ്പൊ ഇവിടെ ഒരു ഫോർമുലയിലാണ് നമുക്ക് കോട്ട് വന്നേക്കുന്നത്. അല്ലാതെ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ ട്രയാങ്കിൾ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്ന് കൺസിഡറിങ് ട്രയാങ്കിൾ ABC എന്നൊന്നും എഴുതത്തില്ല. രണ്ട്, നമ്മൾ എപ്പോഴും എന്തേ ചെയ്യത്തുള്ളൂ? ഒരു റേഷ്യോ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ, ടാൻ മാത്രം. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനും ആൻസേഴ്സ് എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എപ്പോഴും. ഓക്കെ അല്ലേ? അപ്പൊ ആ ഒരു ഐഡിയ മൈൻഡിൽ വെച്ചേക്കുക. എന്നിട്ട് ഈ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്തു പോവുക. പണ്ടത്തെ സ്കൂളിൽ അപ്രോച്ച് ആണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി മാറ്റുക, അത് ഫോളോ ചെയ്യാതിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. അടുത്തൊരു മെൻസുറേഷന്റെ ക്വസ്റ്റൻ ആണ്. നമുക്ക് പറഞ്ഞിരിക്കുന്നത് ലെങ്ത്, ബ്രെത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ ക്യൂബോയിഡ് ആർ 27 സെന്റിമീറ്റർ, 18 സെന്റിമീറ്റർ ആൻഡ് 21 സെന്റിമീറ്റർ. ഹൗ മെനി ക്യൂബ്സ് ഓഫ് സൈഡ് 3 സെന്റിമീറ്റർ ക്യാൻ ബി കട്ട് ഫ്രം ദി ക്യൂബോയിഡ്? അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ പറയുന്നത് ഒരു ക്യൂബോയിഡ് ഉണ്ട്. ആ ക്യൂബോയിഡിന്റെ ലെങ്തും ബ്രെത്തും ഹൈറ്റും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു ക്യൂബോയിഡ് ഉണ്ട്. ആ ക്യൂബോയിഡിന്റെ ലെങ്തും
ബ്രെത്തും ഹൈറ്റും എല്ലാം നമുക്ക് ഗിവണ. ഇനി ആ ലെന്തും ബ്രെത്തും ഹൈറ്റും ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ഇതാണ് നമ്മുടെ ആ ഒരു ക്യൂബോർഡ് എങ്കിൽ അതിന്റെ ഒരു ലെന്ത് തന്നെ 27ഉം 18ഉം 21 തന്നേക്കുന്നത്. അപ്പൊ ലെന്ത് തന്നേക്കുന്നത് 27 തന്നേക്കുന്നത്. ലൈക്ക് ഇതൊരു 27 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ബ്രെത്ത് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു സൈഡ് എടുക്കാം. ബ്രെത്ത് എന്ന് പറയുമ്പോൾ നമുക്കത് 18 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതിന്റെ നമുക്ക് ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേന് ഓക്കെ നമുക്കിപ്പം ഓക്കെ നമുക്ക് അതിനെ എങ്ങനെ ചരിച്ചു വെക്കുന്നോ ആ രീതിയിൽ നമുക്ക് അതിനെ എടുക്കേണ്ടി വരും. ശരി, ഇപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ ഇപ്പൊ നമുക്ക് വരച്ചേക്കുന്ന ആംഗിളിൽ നമ്മളൊന്ന് മാറ്റിയെടുക്കാം, എന്നാൽ നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാം. നമുക്ക് ആ ബ്രെത്ത് എന്ന് പറയുന്ന 18 നമുക്ക് അവിടെ താഴെ എടുക്കാം. ലൈക്ക് ഇത് ലെന്ത് ആണെങ്കിൽ ഇത് ബ്രെത്ത് എന്ന് എടുക്കാം തൽക്കാലത്തേക്ക്. ഇത് 18 സെന്റിമീറ്ററും അതിന്റെ ഹൈറ്റ് നമുക്ക് തൽക്കാലം ഇത് സംഭവം ഇത് ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അതിനെ ഹൈറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 21 സെന്റിമീറ്റർ. ഇനി പറയുന്നത് എന്താണ്, ഇതിൽ നിന്ന് ചെറിയ ചെറിയ ക്യൂബ് കട്ട് ചെയ്തെടുക്കണം. ചെറിയ ക്യൂബ് കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ക്യൂബിന്റെയും സൈഡ് എന്തായിരിക്കണം, 3 സെന്റിമീറ്റർ ആയിരിക്കണം. നമുക്കിവിടെ തന്നിരിക്കുന്ന 3 വാല്യൂസ് നോക്കിയാൽ 3ഉം 3യുടെ തന്നെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് എക്സാക്ട്ലി കട്ടായിട്ട് വരും. എനിക്ക് എക്സ്ട്രാ വേസ്റ്റ് ഒന്നും വരത്തില്ല. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത് അങ്ങനെ എത്ര ക്യൂബ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ എത്ര ക്യൂബ് കട്ട് ചെയ്തെടുത്താലും ഇല്ലേ, ആ ക്യൂബ് എല്ലാം കൂടി എടുത്തിട്ട് അതിന്റെ ടോട്ടൽ വോളിയം എടുത്താലേ ഇതേ ടോട്ടൽ ക്യൂബോയിഡിന്റെ വോളിയം അല്ലേ വരേണ്ടത്. എന്താ ഈ പറയുന്ന ഒരു ബ്ലോക്കിനെ ഈ ഒരു ക്യൂബോയിഡ് ഫോമിലുള്ള ഈ ഒരു ബ്ലോക്കിൽ നിന്നല്ലേ ചെറിയ ക്യൂബ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന്റെ അവിടെ ഒന്നും വേസ്റ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫുൾ കട്ട് ചെയ്തെടുത്ത ക്യൂബിന്റെ വോളിയം നമ്മുടെ ക്യൂബോയിഡിന്റെ മൊത്തമുള്ള വോളിയം എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഓഫ് ക്യൂബ് കണ്ടുപിടിക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് ക്യൂബ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ വോളിയം ഓഫ് ക്യൂബോയിഡ് എടുത്തിട്ട് അതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ഒരു ക്യൂബിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒരു ക്യൂബിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര ക്യൂബാണ് അങ്ങനെ കട്ട് ചെയ്തെടുത്തത് നമുക്ക് അവിടെ സുഖമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ക്വസ്റ്റിനില്ല നമുക്ക് എന്താ ക്യൂബോയിഡിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം LBH ആണ് ക്യൂബോയിഡിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ. ആൻഡ് ക്യൂബിന്റെ വോളിയം എന്ന് പറഞ്ഞാലോ A ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ക്യൂബോയിഡിന്റെ വോളിയം എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ 27 ഇൻറ്റു 18 ഇൻറ്റു നമുക്ക് 21 വരും. ബൈ നമുക്ക് ക്യൂബിന്റെ വോളിയം എടുക്കുകയാണെങ്കിൽ നമുക്ക് 3യുടെ ക്യൂബ്, സോ 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് എടുക്കാം. നമ്മുടെ 3യുടെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണ്. സോ നമുക്ക് ഈ 27 ക്യാൻസൽ ചെയ്യാം. അങ്ങനെ 18 ഇൻറ്റു 21 വരും. സോ 18 ഇൻറ്റു 21 എന്ന് പറഞ്ഞാൽ എത്ര വരും, 360 പ്ലസ് 18 378 എന്ന് വരും. നോക്കിയേ ഇപ്പൊ എത്ര ക്യൂബാണ് കട്ട് ചെയ്തെടുക്കുന്നത്, 378 ക്യൂബാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓപ്ഷൻ ബി 378 നമുക്ക് ആൻസർ ആയിട്ട് വരും. നോക്കിയാൽ വളരെ ഈസിയായിട്ട് ആൻസർ വന്നല്ലേ. സോ എപ്പോഴെങ്കിലും ഇതുപോലത്തെ ക്യൂബോയിഡിൽ നിന്ന് ക്യൂബൊക്കെ കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ആദ്യം വരേണ്ട അപ്രോച്ച് ടോട്ടൽ വോളിയം ഓഫ് ദാറ്റ് ക്യൂബോയിഡ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് അല്ലെങ്കിൽ വോളിയം ഓഫ് 1 ക്യൂബ് എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, എപ്പോഴും എത്ര ക്യൂബാണ് കട്ട് ചെയ്തെടുത്തേ എന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു അപ്രോച്ചാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. ആൻഡ് വാല്യൂസ് ഒന്ന് ചെക്ക് ചെയ്തേക്കണം. അവർ പറയുന്ന ക്യൂബിന്റെ ആ ഒരു സൈഡിന്റെ മൾട്ടിപ്പിൾ തന്നാണോ തന്നേക്കുന്ന ക്യൂബോർഡിന്റെ സൈഡിന്റെ വാല്യൂസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ അങ്ങനെ അല്ല തരുന്നെങ്കിൽ അവിടെ പിന്നെ വേറെ എന്തെങ്കിലും കൺസെപ്റ്റ് കൂടി നമുക്ക് എക്സ്ട്രാ വരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന സമയത്ത് നമുക്കത് ഡിസ്കസ് ചെയ്യാം. നമുക്ക് NTPC ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് കാണാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് അത് വരുന്നുണ്ട്, 378 നമുക്ക് ആൻസർ വരുന്നുണ്ട്. ക്ലിയർ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ നമ്മുടെ മെൻസുറേഷൻ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് എ റെക്ടാങ്കുലർ പ്ലോട്ട് ഓഫ് ലാൻഡ് ആർ ഇൻക്രീസ്ഡ് ബൈ 10% ആൻഡ് 8% റെസ്പെക്റ്റീവ്ലി, then by how much percentage will the area ഇൻക്രീസ് ഓർ ഡിക്രീസ്? നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഓൾറെഡി നേരത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലത്തെ സെഷനിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ സെഷൻസ് കണ്ടിട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും അത് ഓർമ്മയുണ്ടായിരിക്കും. സോ ഇവിടെ നമുക്ക് ഇത്രേ പറയുന്നുള്ളൂ, നമുക്ക് ഒരു റെക്ടാങ്കിളുടെ ലെന്തും ബ്രെത്തും ഇത്രയും പെർസെൻറ്റേജ് വെച്ച് ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഏരിയയിൽ എന്ത് ഇൻക്രീസ് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇതേപോലത്തെ ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ട കൺസെപ്റ്റ് ഏതാണ്, നമ്മുടെ സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസിന്റെ കൺസെപ്റ്റ് ആണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്. അല്ല അവർ ഇൻക്രീസ് ആണ് പറയുന്നെങ്കിൽ പ്ലസ് എടുക്കുക, ഡിക്രീസ് ആണ് പറയുന്നെങ്കിൽ മൈനസ് എടുക്കുക. അതിന്റെ റിലേഷന്റെ ഫോർമുല എന്താണ്, നമുക്ക് A+B+AB/100 ആണ് അതിന്റെ ആ ഒരു ഫോർമുല. നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള റിലേഷൻ. ഇവിടെ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർലി പറയുന്നുണ്ട് 10% ഇൻക്രീസും 8% ഇൻക്രീസും. രണ്ട് ഇൻക്രീസാ. നമുക്കത് 10% ഇൻക്രീസും നമുക്കിവിടെ ലെന്ത് 10% ഇൻക്രീസ് ചെയ്തു, ബ്രെത്ത് നമുക്ക് 8% ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ലെന്തും ബ്രെത്തും ഒക്കെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഇൻക്രീസ് ആവും, ഉറപ്പായിട്ടും നമ്മുടെ ഏരിയ ഇൻക്രീസ് ആവും. ബിക്കോസ് നമുക്കറിയാം ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്താണ്, ലെന്തിന്റെ ബ്രെത്ത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഇൻക്രീസ് ആയിട്ട് പ്ലസ് ഇട്ട് നമുക്ക് അതൊന്ന് സോൾവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ +10 then +8 then +10 × 8/100.
നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി ആൻസർ കിട്ടാൻ വേണ്ടി. പിന്നെ 10 + 8 നമുക്ക് എത്രയെന്ന് വരും? 18 എന്ന് വരും. സോ അതിൻ്റെ ഇൻക്രീസ് ആണ് വരാൻ പോകുന്നത് നമുക്ക് ക്ലിയർലി അറിയാം. സോ 16 എന്നുള്ളൊരു ആൻസർ വരത്തേ ഇല്ല. ഇനി നമുക്ക് അടുത്ത ആ ഒരു ഇൻക്രീസ് ആണ് വരേണ്ടത്. എന്നിട്ട് നമുക്കിവിടെ നെഗറ്റീവിൻ്റെ ഒരു കൺസെപ്റ്റ് ഡിക്രീസ് ഒക്കെ വരാൻ ഒരു സാധ്യതയില്ല. എന്നിട്ട് 2 ഇൻക്രീസ് ആവും. ലെങ്ത് ഇൻക്രീസ് ചെയ്യുക, ബ്രെത്ത് ഇൻക്രീസ് ചെയ്യുക. സോ ഉറപ്പായിട്ട് ഏരിയ എന്ത് ചെയ്യത്തുള്ളൂ? ഇൻക്രീസ് ആവത്തുള്ളൂ, ഒരിക്കലും ഡിക്രീസ് ആവത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻക്രീസ് വരുന്ന അവിടെ ഓപ്ഷൻ ഡിയിലല്ലേ? അങ്ങനെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി എന്ന് വരും. അത്രേ ഉള്ളൂ. നോക്കിയേ, ഈസിയായിട്ട് ആൻസർ വന്നല്ലേ? നമുക്കതൊന്ന് സോൾവ് ചെയ്തേക്കാം. 18 പ്ലസ് നമുക്ക് ഈ സീറോയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്കി എന്ത് വരും? 0.8 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ 18 + 0.8 നമുക്ക് 18.8% വരും. ആൻഡ് നമുക്ക് ആൻസർ പോസിറ്റീവ് ആണ് കിട്ടുന്നത്. സോ പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇൻക്രീസ് ആകുവാണ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. സോ നമുക്ക് ആൻസർ 18.8% ഇൻക്രീസ് എന്ന് നമുക്ക് ആൻസർ വരും. ഓപ്ഷൻ ഡി 18.8% ഇൻക്രീസ്. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? അതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇതെല്ലാം നമ്മുടെ റെയിൽവേ NTPCയിൽ നമ്മുടെ 2020, 2021 പല ഫേസുകളായിട്ട് 162 ഷിഫ്റ്റോ 161 ഷിഫ്റ്റോ സംതിങ് അത്രയും ഷിഫ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഇതിൻ്റെ ലാസ്റ്റ് NTPC നടന്ന സമയത്ത്. അത്രയും ഷിഫ്റ്റിലായിട്ട് ചോദിച്ചിട്ടുള്ള 1000ന്റെ മേളിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 1000ന്റെ മേളിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം തന്നെ. അടുത്തൊരു ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ, ഓൾറെഡി നമ്മൾ കുറച്ച് നേരത്തെ അത് വരയ്ക്കുകയും ചെയ്തായിരുന്നു. ഹൗ മെനി സ്ട്രെയിറ്റ് ലൈൻസ് ഡസ് എ ക്യൂബോയിഡ് ഹാവ്? ഒരു ക്യൂബോയിഡിന് എത്ര സ്ട്രെയിറ്റ് ലൈൻസ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ അത് വരച്ചായിരുന്നു. നമുക്ക് ഒന്നുകൂടി ചുമ്മാ ഒന്ന് വരയ്ക്കാം. അപ്പോൾ നമ്മളൊരു ക്യൂബോയിഡ് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ആദ്യം നമ്മളൊരു റെക്ടാങ്കുലർ ഫേസ് വരച്ചു. ഇനി അപ്പം ഇവിടെ തന്നെ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഇനി അതേപോലെ നമുക്ക് വീണ്ടും നമ്മൾ വരയ്ക്കാനുള്ള എളുപ്പത്തിന് നമ്മൾ സാധാരണ പണ്ട് സ്കൂൾ തൊട്ടേ വരയ്ക്കുന്ന അതേ ഒരു രീതി തന്നെ നമുക്ക് ഒരെണ്ണം കൂടി വരയ്ക്കാം. അടുത്തതും വരച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. അപ്പോൾ 8 എണ്ണമായി. ഇനി നമുക്കിത് കണക്ട് ചെയ്യാം, ക്യൂബോർഡ് ആക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ 8, പിന്നെ ഇപ്പോൾ ഒരെണ്ണം കൂടി വരച്ചപ്പോൾ 9, അടുത്ത വരച്ചപ്പോൾ 10, ആൻഡ് അടുത്ത വരച്ചപ്പോൾ 11, ആൻഡ് ലാസ്റ്റ് വൺ വരയ്ക്കുമ്പോൾ 12. അപ്പോൾ എത്ര സ്ട്രെയിറ്റ് ലൈൻസ് ആണ് നമുക്കൊരു ക്യൂബോർഡ് വരയ്ക്കുമ്പോൾ വരുന്നത്? 12 സ്ട്രെയിറ്റ് ലൈൻ അല്ലേ വന്നത്? 4, പിന്നെ ഇപ്പം വരച്ചപ്പോൾ 4. സോ അങ്ങനെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി എന്ന് നമുക്ക് ആൻസർ വരും. നമുക്കറിയാം, നമുക്ക് ഇത് വരയ്ക്കുന്ന സമയത്ത് ആക്ച്വലി 4 ഹൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഹൈറ്റ് വരുന്നുണ്ട് നമുക്ക്. ഓക്കെ, ഇവിടെ ഹൈറ്റ് വരുന്നുണ്ട് നമുക്ക്, ഇവിടെ ഒരു ഹൈറ്റ് വരുന്നുണ്ട്, ഇവിടെ ഒരു ഹൈറ്റ് വരുന്നുണ്ട്, ആൻഡ് ഇവിടെ ഒരു ഹൈറ്റ് വരുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് അറിയാം മേളിലും താഴെയായിട്ട് 2 ലെന്ത് വരുന്നുണ്ട്. ഇപ്പൊ ഇത് നമ്മുടെ ഒരു എക്സാമ്പിളിന് വേണ്ടി ഇത് നമുക്ക് ലെന്ത് ആയിട്ട് എടുക്കാം, ഇത് നമുക്ക് ലെന്ത് ആയിട്ട് എടുക്കാം, ഇത് ലെന്ത് ആയിട്ട് എടുക്കാം, ഈ ഒരു സംഭവം ലെന്ത് ആയിട്ട് എടുക്കാം. ഇനി ബാക്കി നമ്മുടെ ആ ഒരു ബ്രെത്ത് എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ബ്രെത്ത് ആയിട്ട് എടുക്കാം, ഇതും ബ്രെത്ത് ആയിട്ട് എടുക്കാം, ഇവിടെയും ബ്രെത്ത് ഉണ്ട്, ഇവിടെയും ബ്രെത്ത് ഉണ്ട്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും 4 ലെന്ത്, 4 ബ്രെത്ത്, 4 ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 4 + 4 + 4 നമുക്ക് എത്ര വരുന്നുണ്ട്? 12 ആണ് നമുക്കിവിടെ വരുന്നത്. 4 + 4 + 4 നമുക്ക് 12 ആണ് നമുക്ക് ആൻസർ വരുന്നത്. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ആൻസർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇനി അടുത്ത നമ്മുടെ ഒരു റേഷ്യോയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ഫേം the ratio of male to female officers is in the ratio 4:7. If 50 male officers and 100 female officers are shifted to another firm, then the ratio of male to female officers becomes 7:12. Find the number of male officers before shifting in the firms. അപ്പോൾ നമുക്ക് അതിനെ എടുക്കാൻ വേണ്ടി ഒന്നെങ്കിൽ കൺവെൻഷണൽ മെത്തേഡ് യൂസ് ചെയ്യാം. ഈ കൺവെൻഷണൽ മെത്തേഡ് നമുക്ക് ആദ്യം ഒന്ന് യൂസ് ചെയ്യാം, എല്ലാവർക്കും അറിയാവുന്ന മെത്തേഡ്. അപ്പോൾ നമുക്കിവിടെ ഇപ്പം മെയിലും അതേപോലെ നമ്മൾ ഫീമെയിലും പണ്ട് സ്കൂളിലോട്ട് നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡുണ്ട്. ആ ഒരു മെത്തേഡിൽ എടുക്കുകയാണെങ്കിൽ മെയിലും ഫീമെയിലും, ആദ്യം മെയിലും ഫീമെയിലിന്റെ റേഷ്യോ എത്ര ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്? 4:7 എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 4x ഉം 7x ഉം എടുക്കാം. ഇനി ഇതിൽ എന്ത് ഇൻക്രീസ് ഡിക്രീസാണ് വരുന്നത്? ഈ 50 മെയിൽ ഓഫീസേഴ്സ് ആൻഡ് 100 ഫീമെയിൽ ഓഫീസേഴ്സ് ആർ ഷിഫ്റ്റഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ കുറയ്ക്കുവാണ്. അപ്പോൾ 50 മെയില്, സോ -50യും 100 ഫീമെയില്, സോ -100. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്? then the ratio of the male to female officers becomes 7:12. പുതിയ റേഷ്യോ എന്താണ്? 7:12 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദി നമ്പർ ഓഫ് മെയിൽ ഓഫീസേഴ്സ് ബിഫോർ ഷിഫ്റ്റിംഗ് ഇൻ ദ ഫോം. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എത്ര മെയിൽ ഓഫീസേഴ്സ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. എന്ന് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ആ 4x എന്താണ് എന്നാ ചോദിക്കുന്നത്. നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന അതല്ലേ 4x, എന്നിട്ടല്ല അതിൽ 50 കുറയ്ക്കുന്നത്. അപ്പോൾ അത് എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ക്രോസ് ചെയ്ത് സോൾവ് ചെയ്തെടുത്ത ആൻസർ വരും. നമുക്ക് ചെയ്ത് വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് ചുമ്മാ ക്രോസ് ചെയ്ത് സോൾവ് ചെയ്തൊന്ന് ആൻസർ എടുക്കാം. നമ്മളതൊന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 × 12 48 എന്ന് വരും. എക്സ് മൈനസ് 50 × 12 നമുക്ക് ഇവിടെ 600 എന്ന് വരും. ഈക്വൽ ടു 7 × 7 നമുക്ക് 49x എന്ന് വരും. -7 × 100 700 എന്ന് വരും.
ഇനി ഇതൊന്ന് മൈനസും പ്ലസ് ഒക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എച്ച് എന്നും വരും. ആൻഡ് 700 മൈനസ് 600 നമുക്ക് ഇവിടെ 100 എന്ന് വരും. ഇപ്പൊ എച്ച് 100 ആണെങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ 4x ആണ് നമുക്ക് വേണ്ടി. അപ്പൊ ആ 4x ആ മെയിൽ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ബിഫോർ ദ ഷിഫ്റ്റ് എന്നുള്ള 4x എന്ന് പറഞ്ഞാൽ എത്ര വരും? 4 into 100 ചെയ്യുമ്പോൾ നമുക്ക് 400 ആൻസർ വരും. നമുക്ക് ഈസി ആയിട്ട് തന്നെ ആൻസർ വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓപ്ഷൻ ഡി നമുക്ക് 400 ആൻസർ വരുന്നുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. നമുക്ക് ഇങ്ങനെ ആയിരിക്കും മിക്കവാറും എല്ലാ ബുക്കുകളും ഫോളോ ചെയ്യുന്നത്, മിക്കവാറും എല്ലാവരും പഠിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു മെത്തേഡിലാണ് മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോകുന്നത്, യൂഷ്വൽ സ്കൂളിലെ കൺവെൻഷണൽ മെത്തേഡ്. അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ലോജിക് യൂസ് ചെയ്തുകൊണ്ട് റേഷ്യോസിനെ വെച്ചുകൊണ്ട് നമുക്കൊന്ന് ചെറിയ ചേഞ്ചസ് ഒക്കെ ചെയ്ത് നമുക്കൊന്ന് ആൻസർ എടുക്കാൻ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരേപോലെ കൂടും കുറയും ഒന്നും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാലൻസിങ് ഓഫ് റേഷ്യോയുടെ കൺസെപ്റ്റ് എന്തായാലും വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലാത്ത മെത്തേഡ്സ് ഒക്കെ ഉണ്ട്, ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡും അങ്ങനെയൊക്കെയുള്ള മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷെ ഇപ്പൊ ഞാൻ തൽക്കാലം അതിലൊന്നും പോവാതെ ചുമ്മാ ഒരു ജസ്റ്റ് ഒരു ലോജിക്കലായിട്ട് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യമേ ഉണ്ടായിരുന്ന റേഷ്യോ എന്താണ്? ഇപ്പൊ മെയിലും ഫീമെയിലും ആദ്യം ഉണ്ടായിരുന്ന റേഷ്യോ എത്രയാണ്? 4:7 ആണ്. അത് കഴിഞ്ഞ് പിന്നുള്ള റേഷ്യോ, പിന്നെ അതിൽ നിന്ന് എന്തോ കുറച്ചതിന് ശേഷം പിന്നെ വരുന്ന റേഷ്യോ എത്രയാണ്? 7:12 ആണ്. ഇപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നിന്ന് എന്തോ കുറച്ചു എന്നാ പറഞ്ഞേക്കുന്നത്. പക്ഷെ നമുക്ക് അത് കണ്ടാൽ കുറയുന്ന എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് 4ഉം 7ഉം എന്താ ചെറിയ വാല്യൂയും 7ഉം 12ഉം വലിയ വാല്യൂ ആ. ഇവിടെ നിന്ന് കുറയുവാണെങ്കിൽ ഈ റേഷ്യോയും കുറയണ്ടേ? അപ്പൊ ഇതിനെ ഇനി കുറയ്ക്കുന്ന പാടാ. പക്ഷെ അതിന് പകരം എന്ത് ചെയ്യാം, മേളത്തെ റേഷ്യോ ഒന്ന് വലുതാക്കാം. അപ്പൊ മേളത്തെ റേഷ്യോ നമ്മളൊന്ന് ഡബിൾ ആക്കുവാണെങ്കിലേ, നമുക്കതൊന്ന് ചുമ്മാ ഡബിൾ ആക്കുവാണെങ്കിൽ നമുക്കത് 8ഉം 14 വരുമല്ലോ. നമ്മുടെ ഇഷ്ടമല്ലേ, നമുക്ക് അതിനെ ഡബിൾ ആക്കാൻ ട്രിപ്പിൾ ആക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ നമ്മളൊന്ന് ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആൻസേഴ്സ് വളരെ പെട്ടെന്ന് കാണാൻ പറ്റും. ഇപ്പൊ നോക്കിയേ, നേരത്തെ 8 ഉണ്ടായിരുന്നു, ഇപ്പൊ എത്രയേ ഉള്ളൂ? 7 ഉള്ളൂ. എത്ര കുറഞ്ഞിട്ടുണ്ട്? 1 കുറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, അവിടെ ഷിഫ്റ്റ് വരുന്നുണ്ട്, 1 കുറയുന്നുണ്ട്. ഇനി ഫീമെയിൽ നോക്കി കഴിഞ്ഞാൽ നേരത്തെ 14 ഉണ്ടായിരുന്നു, ഇപ്പൊ എത്ര ഉള്ളൂ? 12 ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എത്രന്റെ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്? വ്യത്യാസം വന്നിട്ടുണ്ട്, 2ന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റനിൽ എന്താ പറഞ്ഞേക്കുന്നത്? മെയിൽ എത്ര പോയെന്നാ പറഞ്ഞേക്കുന്നത്? 50 പോയെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 1 എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ മെയിലിന്റെ കേസ്, എന്റെ അവിടുന്ന് ആ 1 എന്ന് പറയുന്നതല്ലേ 50 എന്ന് പറയുന്നത് ആക്ച്വലി. അപ്പൊ അങ്ങനെയാണെങ്കിൽ 50 മെയിൽ ഷിഫ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇനി നമുക്കതൊന്ന് ഉറപ്പിക്കാൻ എന്തുകൂടി ചെയ്ത് നോക്കണം, ഫീമെയിൽ ശരിയാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പൊ ഈ 1 എന്ന് പറയുന്ന 50 ആണെങ്കിൽ 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 100 ആവണ്ടേ? ക്വസ്റ്റിലും അവർ 100 ഫീമെയിൽ എന്നാണോ പറഞ്ഞേക്കുന്നത്? 100 ഫീമെയിൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കത് കറക്റ്റ് ആയിട്ട് തന്നെ പ്ലേസ് ആവുന്നുണ്ട്, മെയിലും ഫീമെയിലും. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചേക്കുന്നത്? ഇനീഷ്യലി എത്ര ഉണ്ടായിരുന്നു എന്നാ ചോദിച്ചേക്കുന്നത്. ഇനീഷ്യലി എത്ര ഉണ്ടായിരുന്നു എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇനി എടുക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ പോലും പോയി ഏതെടുക്കില്ല, 4 കയറി എടുക്കല്ല. കാരണം നമ്മളിപ്പോ ഈ ആൻസേഴ്സ് എല്ലാം എടുത്ത് എന്ത് വെച്ചോണ്ടാ? ആ 8ഉം 14ഉം എടുത്തോണ്ട് ഞാൻ റേഷൻ ആക്ച്വലി ഒന്ന് ബാലൻസ് ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ അത് ചെയ്ത് പോയേക്കുന്നതെന്ന് തന്നെ പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ആൻസർ കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും പോയി ഏതെടുക്കല്ല, ഈ 4ഉം 7ഉം പോയി എടുക്കല്ല. നമ്മൾ എടുക്കേണ്ട ഏതാണ്? 8ഉം 14ഉം എടുക്കേണ്ടത്. എന്നാൽ അത് വെച്ചോണ്ടാ ഇപ്പൊ ഈ 1ഉം 2ഉം ഒക്കെ കിട്ടിയതും കമ്പയർ ചെയ്തത്. ചോദിച്ചിരിക്കുന്നത് ഏതാ? മെയിൽ അല്ലേ? എന്ന് ഞാൻ 8 അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഞാൻ 8 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? നമുക്കറിയാം 1 into 50 ചെയ്യുമ്പോഴാണ് 50 വരുന്നത്, 2 into 50 ചെയ്യുമ്പോഴാണ് 100 വരുന്നത്. അങ്ങനെയാണെങ്കിൽ 8 into 50 ചെയ്താൽ എത്ര വരും? നമുക്ക് 8 into 50 നമുക്ക് 400 എന്ന് വരത്തില്ലേ? നമ്മുടെ ആൻസർ എത്രയെന്ന് വരും? 400 എന്ന് വരും. നോക്കിയാൽ നമ്മൾ 2 രീതിയിലും ചെയ്തിട്ടുണ്ട്. അതിന്റെ യൂഷ്വൽ കൺവെൻഷണൽ മെത്തേഡിലും ചെയ്തിട്ടുണ്ട്, അല്ലാതെ ചുമ്മാ ലോജിക്കലി നമ്മൾ അതിന്റെ റേഷ്യോനെ ഒന്ന് ബാലൻസ് ചെയ്ത് എടുത്തുകൊണ്ടും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുക, റേഷ്യോനെ ബാലൻസ് ചെയ്ത് എടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് ആൻസർ വരുന്നുണ്ട്. നമുക്ക് ആ ആൻസർ അവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മളവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് അത്രയെങ്കിലും എഴുതിയത്. എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ അവിടെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ട് പോലും വളരെ ഫ്യൂ സ്റ്റെപ്സേ ഉള്ളൂ അവിടെ. സ്റ്റെപ്സ് എന്നൊക്കെ പറയാൻ പറ്റത്തില്ല, നമുക്ക് അവിടെ ജസ്റ്റ് ഒരു 2-3 ആരോ വരച്ച് എഴുതിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത് പഠിപ്പിക്കുമ്പോൾ ഇത്രയും മാത്രം സ്റ്റെപ്സേ വരുന്നുള്ളെങ്കിൽ നമുക്ക് പഠിപ്പിക്കേണ്ട നമുക്ക് മാത്രം പേഴ്സണലി ചെയ്തു പോയാൽ മതിയെങ്കിലേ നമുക്ക് ഇത്രയും സ്റ്റെപ്സ് പോലും വരത്തില്ലല്ലോ, അതിനേക്കാളും മുമ്പേ ആൻസർ വരത്തില്ലേ? ഓക്കെ, നോക്കിയാൽ 2 രീതിയിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ മെത്തേഡില്ലേ, അതാണ് എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് മെത്തേഡാണ് ബുക്ക് ഫോളോ ചെയ്യുന്നത്, ഫസ്റ്റ് മെത്തേഡാണ് മെജോറിറ്റി ആൾക്കാരും ഫോളോ ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്പേഴ്സ് ഒക്കെ കുറച്ച് പാടായി കഴിഞ്ഞാൽ കാൽക്കുലേഷനും പാടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരിക്കത്തില്ല നമ്മൾ ഇപ്പം പറഞ്ഞ മെത്തേഡ്, ബാലൻസിങ് റേഷ്യോസിനെ ബാലൻസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. നല്ല നല്ല മെത്തേഡ്സ് ഉപയോഗിക്കാൻ നോക്കുക എക്സാംസിൽ ആൻസർ എടുക്കാൻ വേണ്ടി, റാദർ നമ്മുടെ സ്കൂളിലെ മെത്തേഡ്സ് ഉപയോഗിക്കുന്നതിന് പകരം. ശരി, ഇനി അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാം. In a school, the number of boys and girls were in the ratio 5:7. അപ്പൊ ഇപ്പം ചെയ്ത പോലത്തെ തന്നെ ഒരു ക്വസ്റ്റൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 8 more boys were admitted during the session. The new ratio of girls and boys is 1:1. In the beginning, the difference between the number of boys and that of the girls was എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ സ്കൂളിലെ കൺവെൻഷണൽ മെത്തേഡിൽ ആദ്യം ഒന്ന് ചെയ്തേക്കാം മനസ്സിലാവാൻ വേണ്ടി. അപ്പൊ നമുക്കവിടെ ബോയ്സ് ഉണ്ട്, അതുപോലെ നമുക്കവിടെ ഗേൾസ് ഉണ്ട്. ഇനീഷ്യലി ഉണ്ടായിരുന്ന നേരത്തെ എടുത്ത പോലെ തന്നെ അവിടെ ഇനീഷ്യൽ റേഷ്യോ എടുക്കുകയാണെങ്കിൽ നമുക്ക് 5:7, അങ്ങനെയാണെങ്കിൽ 5x ഉം 7x എന്നും എടുക്കാം. എന്നിട്ട് എന്താ പറഞ്ഞത്? 8 more boys were admitted. ഇവിടെ ഒരു 8 പേരെ കൂടി കൂട്ടുന്നുണ്ട്, ഗേൾസിൽ ഒരു മാറ്റവും വരുന്നില്ല. ആൻഡ് ഇപ്പൊ റേഷ്യോ എത്ര ആയെന്നാ പറഞ്ഞിരിക്കുന്നത്? 1:1 ആയെന്നാ പറഞ്ഞിരിക്കുന്നത്. 1/1. എന്താ ചോദിക്കുന്നത്? ബോയ്സും ഗേൾസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 5x ഉം ഈ 7x ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുന്നത്. നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും
അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അത് എത്രയാണ് 5x ഉം 7x ഉം തമ്മിലുള്ള ഡിഫറൻസ് 2x എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ x കിട്ടിയതിന് ശേഷം അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ എന്താണെന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് സോൾവ് ചെയ്തെടുക്കാം. ഇതൊന്ന് ക്രോസ് ചെയ്ത് എത്ര വരും, നമുക്കത് 5x + 8 = നമുക്കവിടെ 7x എന്ന് വരുന്നുണ്ട്. ആണെങ്കിൽ നമുക്ക് ഈ 5x വന്ന് 7x നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ 2x = 8 എന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് വേണ്ടിയത് ഈ 2x അല്ലായിരുന്നു, നമുക്ക് അവിടെ ആ 2x തന്നെയല്ലേ കിട്ടിയത് ഇപ്പം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ എത്രയെന്ന് തന്നെ വരും, ഡയറക്റ്റ്ലി ആ 8 തന്നെ ആൻസർ വരും, നമുക്ക് കിട്ടുന്ന തന്നെ ആൻസറോ. നോക്കിയാൽ വളരെ പെട്ടെന്ന് ആൻസർ വന്നില്ലേ. അപ്പോൾ ഒന്ന് നമുക്ക് ആ സ്കൂളിലെ കൺവെൻഷണൽ മെത്തേഡിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബാലൻസിങ് ഓഫ് റേഷ്യോ യൂസ് ചെയ്യാം. ബാലൻസിങ് ഓഫ് റേഷ്യോ റേഷ്യോസ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആദ്യമേ നമ്മൾ നേരത്തെ ഇപ്പോൾ എടുത്ത പോലെ തന്നെ ബോയ്സും ഗേൾസും പറഞ്ഞെടുക്കുകയാണ്. ആദ്യമേ ഉണ്ടായിരുന്ന അവിടെ ഇനിഷ്യൽ റേഷ്യോ നോക്കുകയാണെങ്കിൽ 5:7 ആണ് അവിടെ ഇനിഷ്യൽ റേഷ്യോ. ആൻഡ് അവിടെ ഫൈനൽ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 1:1 ആണ് ഫൈനൽ റേഷ്യോ. ഇനി നമുക്ക് അവിടെ എന്താ ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞേക്കുന്നത്, ബോയ്സിനെ ആഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഗേൾസ് ഒന്നും തന്നെ ആഡ് ആവുന്നില്ല, ബോയ്സ് മാത്രം ആഡ് ആവുന്നത്. അങ്ങനെയാണെങ്കിലേ ഗേൾസ് ഒന്നും ആഡ് ആവുന്നില്ലെങ്കിൽ ഗേൾസിന്റെ നേരത്തെ റേഷ്യോ 7 അല്ലേ. അപ്പൊ ഗേൾസ് ഒന്നും ആഡ് ആവുന്നില്ലെങ്കിൽ ഇപ്പോഴും റേഷ്യോ എന്ത് തന്നെ വരണം, 7 തന്നെ വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റേഷ്യോ ബാലൻസ് അല്ല, ഇപ്പൊ ആ റേഷ്യോ 1 എന്ന് കൊടുത്തേക്കുന്നത്. ആണെങ്കിൽ നമുക്ക് ആ റേഷ്യോനെ എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ 7 ആണെങ്കിൽ ഇപ്പോഴും ഇവിടെ എന്തേ വരാവൂ, 7 വരാവൂ. അങ്ങനെയാണെങ്കിൽ എന്നുള്ള ഗേൾസ് ഒന്നും ആഡ് ആവുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമ്പർ മാറാനും പാടില്ല. അപ്പൊ നമുക്ക് റേഷ്യോ ബാലൻസ് ചെയ്യാം. അപ്പൊ അവിടെ 7 കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്തു, അത് × 7 ചെയ്താൽ പോരെ. × 7 ചെയ്ത് നമുക്ക് എന്ത് തന്നെ വരും, 7:7 എന്ന് വരും. ഇപ്പം നേരത്തെ ഗേൾസ് 7 ആയിരുന്നു, ഗേൾസ് ഒന്നും തന്നെ ആഡ് ആയിട്ടില്ല, ഇപ്പോഴും ഗേൾസ് എന്ത് തന്നെ ഉണ്ട്, 7 തന്നെ ഉണ്ട്. റേഷ്യോ എന്തായി, ബാലൻസ് ആയി. ഇനി നേരത്തെ ബോയ്സ് 5 ആയിരുന്നു, അവിടെ ബോയ്സ് എത്രയോ ആഡ് ആവുന്നുണ്ട്. ആൻഡ് ഇപ്പം ബോയ്സ് എത്ര ആയിട്ടുണ്ട്, 7 ആയിട്ടുമുണ്ട്. നിങ്ങൾക്ക് അവിടെ കൂടിയിട്ടില്ലേ, ആ റേഷ്യോ കൂടിയിട്ടുണ്ട്. ഇപ്പൊ എത്ര കൂടിയേക്കുന്നത്, 2 അല്ലേ കൂടിയേക്കുന്നത്. നമുക്ക് അതിന്റെ ഡിഫറൻസ് പോയി കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര പേരെ കൂട്ടിയെന്നാ പറഞ്ഞിരുന്നത്, 8 ബോയ്സിനെ കൂട്ടിയെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ 2 എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ ആ 8 ബോയ്സ് എന്ന് പറയുന്നത്, 8 ബോയ്സ് എന്ന് പറഞ്ഞേക്കുന്ന സംഭവം. അപ്പൊ 2 എന്ന് പറഞ്ഞ 8 ബോയ്സ് ആണെങ്കിലേ ചോദിച്ചിരുന്നത് എന്താ, ഈ ബോയ്സും ഗേൾസും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്കറിയാം ഈ 5ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ത് തന്നെ, ആ 2 തന്നെ അല്ലേ. ഈ ആൻസർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് തന്നെ ആയിരിക്കും, ആ 8 തന്നെ ആയിരിക്കും ആൻസർ. ഈ 2 എന്ന് പറയുന്നത് 8 ആണെങ്കിൽ ഈ 2 എന്ന് പറയുന്നത് എന്ത് തന്നെ വരണം, 8 തന്നെ വരണ്ടേ, വ്യത്യാസമൊന്നും വരത്തില്ലല്ലോ. സോ ആൻസർ എന്ത് വരും, ഓപ്ഷൻ ഡി എന്ന് വരും. അത്രേ ഉള്ളൂ, നമ്മൾ നേരത്തെ എടുത്ത അതേ സെയിം മെത്തേഡ്. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ 2 ക്വസ്റ്റ്യൻ ചെയ്തു റേഷ്യോയുടെ, 2 നമ്മൾ ബാലൻസിങ് റേഷ്യോയുടെ കൺസെപ്റ്റ് യൂസ് ചെയ്തു. ആൻഡ് യൂഷ്വൽ സ്കൂളിലെ കൺവെൻഷണൽ മെത്തേഡിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A and B can complete a job in 40 days and 60 days respectively. They work together for some days and B leaves the job. If A completes the rest of the work in 10 days, find for how many days B worked എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ആ സിസ്റ്റം നമ്മൾ എപ്പോഴും ടൈം വർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തിട്ടുള്ള പോലെ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം, ടേബിൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന്. നമുക്ക് ആദ്യം ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എ ഒരു വർക്ക് ഒറ്റയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ 40 ദിവസം കൊണ്ട് തീർന്നേനെ, ബി ഒറ്റയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ 60 ദിവസം കൊണ്ട് തീർന്നേനെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൽസിയം 4ഉം 6ഉം നമുക്ക് എൽസിയം എത്ര എടുക്കാം, നമുക്ക് ഈ പറഞ്ഞ 120 എന്ന എൽസിയം എടുക്കാം. അപ്പോൾ 120 എന്ന് എൽസിയം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ 3 × 4 ആണ് 12 ആൻഡ് 2 × 6 ആണ് 12. പിന്നെ 0 കൂടി ഉണ്ട്, ആ 0 അവിടെ എടുത്തിട്ടുമുണ്ട്. നമുക്ക് അവിടെ എഫിഷ്യൻസി ആയി, നമുക്ക് അവിടെ ടൈം ആയി, നമുക്ക് അവിടെ വർക്കായി. ആൻഡ് എഫിഷ്യൻസി × ടൈം എന്ന് പറയുന്നതാണ് എന്ത്, വർക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എടുക്കാം. അവിടെ ഒരു എന്ത് കൺസെപ്റ്റിൽ അത് പോയേക്കുന്നത്, ഒരു പാർഷ്യൽ വർക്ക് കൺസെപ്റ്റ് അവിടെ നടക്കുന്നത്. പാർഷ്യൽ വർക്ക് കൺസെപ്റ്റ് നമ്മുടെ ടൈം വർക്കിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർഷ്യൽ വർക്ക് കൺസെപ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ് തന്നേക്കുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, നമുക്ക് അവിടെ പറഞ്ഞേക്കുന്നത് ദേ വർക്ക്ഡ് ടുഗദർ ഫോർ സം ഡേയ്സ് എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടി ജോലി തുടങ്ങി. എന്നിട്ട് അവരവിടെ എത്ര ദിവസം വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് അറിയത്തില്ല. ലെറ്റ്സ് സേ x ഡേയ്സ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കാം. നമ്മൾ നേരത്തെ ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പ്ലസ് ഇനി ബി ലീവ്സ് ദി ജോബ്, ബി എന്ത് ചെയ്യുക, ജോലി വിട്ടിട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ ആര് മാത്രമേ ഉള്ളൂ, എ മാത്രമേ ഉള്ളൂ. ഇഫ് എ കംപ്ലീറ്റ് ദ റെസ്റ്റ് ഓഫ് ദി വർക്ക് ഇൻ 10 ഡേയ്സ്, എ ബാക്കിയുള്ള ജോലി തീർക്കുന്ന 10 ദിവസം ഉണ്ട്. അപ്പൊ എ × 10. നമ്മൾ എന്താ ചെയ്തേക്കുന്നത്, അവിടെ എ + ബി എന്ന് പറഞ്ഞാൽ അവിടെ എഫിഷ്യൻസി ഇൻറ്റു ആ എച്ച് എന്ന് പറയുന്നത് എന്താണ്, അവിടെ ടൈമാണ്. അതുപോലെ നമുക്ക് അഗെയിൻ എ എന്ന് പറയുന്നത് അവിടെ എഫിഷ്യൻസി ഇൻറ്റു ആ ടി എന്ന് പറയുന്നത് എന്താണ്, ടൈമാണ്. നമ്മുടെ എഫിഷ്യൻസി × ടൈം നിങ്ങൾക്കറിയാം, എഫിഷ്യൻസി × ടൈം എന്ന് പറഞ്ഞാൽ വർക്ക്. അപ്പൊ അതാണ് നമ്മൾ അവിടെ എടുത്തേക്കുന്നത്. ആൻഡ് ഇവർക്ക് മൊത്തം തീർക്കാനുള്ള ജോലി എത്ര, 120 അല്ലേ മൊത്തം തീർക്കാനുള്ള ജോലി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂസ് എല്ലാം എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എ + ബി എന്ന് പറയുന്നത് എത്ര, 5 അല്ലേ. അപ്പോൾ 5 എടുത്ത് നമുക്ക് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഇക്വേഷനിലേക്ക് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ 5 × x 5x എന്ന് വരും. പ്ലസ് എയുടെ കറസ്പോണ്ടിങ് വാല്യൂ എന്താ, 3 അല്ലേ. നമുക്ക് അവിടെ 3 × 10 30 എന്ന് വരും, ഈക്വൽ ടു 120 എന്ന് വരും. അങ്ങനെ ആ 30 അപ്പുറത്ത് പോയി 120 എന്ന് മൈനസ് ആയി കഴിഞ്ഞാൽ നമുക്ക് 5x ഈക്വൽ ടു എത്രയെന്ന് കിട്ടും, 90 എന്ന് കിട്ടും. അങ്ങനെ നമുക്കിവിടെ x ഈക്വൽ ടു 90/5 18 എന്ന് വരും. സോ ആൻസർ എന്ത് കിട്ടും, 18 days എന്ന് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചത് എന്താ,
ഫോർ ഹൗ മെനി ഡേയ്സ് ബി വർക്ക്, ബി എത്ര ദിവസം വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ എയും ബിയും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് പിന്നെ ബി അങ്ങ് പോവുക. അങ്ങനെയാണെങ്കിൽ അവർ ഒരുമിച്ച് വർക്ക് ചെയ്ത് എത്ര ദിവസം, ആ ബി എത്ര ദിവസം വർക്ക് ചെയ്ത്, എക്സ് ഡേയ്സ് അല്ല വർക്ക് ചെയ്തത് എന്ന് പറഞ്ഞാൽ 18 ഡേയ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. ഓപ്ഷൻ സി 18 ഡേയ്സ് ആണ് ആൻസർ വരുന്നത്. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട്. അപ്പൊ നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് ഈ പാർഷ്യൽ വർക്ക്, ടൈം വർക്കിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്. ഒരുപാട് ക്വസ്റ്റൻസ് ആണ് ഇവിടെ നിന്ന് നമുക്ക് ചോദിച്ചേക്കുന്നത്. നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അഗെയിൻ ടൈം വർക്കിന് തന്നെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമ്മുടെ ടൈം വർക്കിന്റെ തന്നെ വർക്ക് ഡൺ ബൈ ഗ്രൂപ്പിന്റെ ക്വസ്റ്റൻ ആണ്. നമ്മൾ ഇപ്പം ചെയ്ത ഇൻഡിവിജ്വലിന്റെ ക്വസ്റ്റൻ എ ബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇതിപ്പം ഗ്രൂപ്പിന്റെ ക്വസ്റ്റൻ വർക്ക് ഡൺ ബൈ ഗ്രൂപ്പ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമുക്ക് വർക്ക് ഡൺ ബൈ ഗ്രൂപ്പിന്റെയും ടൈപ്പ് 2 ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ടൈപ്പ് 2. ഇപ്പൊ ടൈപ്പ് 2 എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓർ വെച്ചാണ് ടൈപ്പ് 2 ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓർ ഉണ്ടെങ്കിൽ ടൈപ്പ് 2, ആൻഡ് ആണെങ്കിൽ ടൈപ്പ് 3. ഇവിടെ ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, 15 മെയിൽ എംപ്ലോയീസ് ഓർ 20 ഫീമെയിൽ എംപ്ലോയീസ്. അപ്പം 15 മെയിൽ എംപ്ലോയീസ് എന്തിന് ഈക്വൽ ആണ്, 20 ഫീമെയിൽ എംപ്ലോയീസിന് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ റേഷ്യോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ 15 20 ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ 3 മെയിൽ എന്ന് പറഞ്ഞാൽ എത്ര ഫീമെയിലിന് ഈക്വലാ, 4 ഫീമെയിലിന് ഈക്വലാ. അങ്ങനെ നമുക്ക് ഇവിടുന്ന് മെയിലും ഫീമെയിലും നമ്മൾ റേഷ്യോടി എടുക്കുകയാണെങ്കിൽ മെയിൽ ബൈ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും, 4/3 എന്ന് വരും. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി അവിടെ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് അതിനെ അങ്ങ് എടുക്കാം. അപ്പൊ നമുക്ക് മെയിൽ വെച്ചും എടുക്കാം, ഫീമെയിൽ വെച്ചും എടുക്കാം, നമ്മുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പിന്നെ നമുക്കിവിടെ ക്വസ്റ്റിനിൽ പറഞ്ഞേക്കുന്ന 15 മെയില് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 26 ഡേയ്സ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 30 മെയിലും 12 ഫീമെയിലും ഈ വർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ കണ്ടീഷൻ അതേപോലെ അങ്ങ് എടുത്തെഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞാൽ 15 മെയിലിന്റെ എഫിഷ്യൻസി ഇൻറ്റു അവരുടെ സമയം 26 ഡേയ്സ്. ഇനി അടുത്ത ഒരു ഗ്രൂപ്പിന്റെ എഫിഷ്യൻസി 30 മെയിലും 12 ഫീമെയിലിന്റെ ഗ്രൂപ്പിന്റെ എഫിഷ്യൻസി ഇൻറ്റു അവർ ചെയ്യുന്ന സമയം. രണ്ടുപേരും ചെയ്യുന്ന വർക്ക് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഇനി വാല്യൂസ് എല്ലാം കൂടി എടുത്ത് ഇതിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി. നമുക്ക് സോൾവ് ചെയ്ത് ആൻസർ എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മെയിലും ഫീമെയിലിന്റെ വാല്യൂസ് എടുത്ത് ഇതിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 15 ഇൻറ്റു ആ മെയിലിന്റെ വാല്യൂ എത്രയാണ്, 4 ഇൻറ്റു 26 ഈക്വൽ ടു നമുക്ക് ആ ഒരു 30 ഇൻറ്റു മെയിലിന്റെ കറസ്പോണ്ടിങ് വാല്യൂ 4 പ്ലസ് 12 ഇൻറ്റു ഫീമെയിലിന്റെ കറസ്പോണ്ടിങ് വാല്യൂ 3 ഇൻറ്റു നമുക്കവിടെ എക്സ് എന്ന് വരുന്നുണ്ട്. ഇനി എന്തെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കത് ക്യാൻസൽ ഒക്കെ ചെയ്ത് പെട്ടെന്ന് അങ്ങ് ചെയ്തു പോകുന്ന രീതിയിൽ എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് യൂഷ്വൽ പോലെ സോൾവ് ചെയ്ത് പോവാം. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് ഇവിടെ 4 കോമൺ കാണുന്നുണ്ട്. സോ 4 അങ്ങ് ക്യാൻസൽ ചെയ്താൽ ആൻസർ എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ ഈ 4 ക്യാൻസൽ ചെയ്യുന്നു, ഈ 4ഉം ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ നിന്ന് 12 ഒരു 4 ക്യാൻസൽ ചെയ്താൽ നമുക്കവിടെ ബാക്കി 3 എന്ന് വരും. ഇനി എനിക്ക് ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തും എനിക്ക് 3ഉം കോമൺ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ 3ഉം ക്യാൻസൽ ചെയ്യുന്നു, ഞാൻ ഇവിടെ നിന്ന് ഈ 3 ക്യാൻസൽ ചെയ്യുന്നു. ഈ 15 3 ക്യാൻസൽ ചെയ്താൽ ബാക്കി 5 എന്ന് വരും. സോ ഇനി അവിടെ ബാക്കിയുള്ള എനിക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഒന്ന് എടുത്തെഴുതുവാണെങ്കിൽ 5 ഇൻറ്റു 26 ഈക്വൽ ടു എനിക്ക് ഇവിടെ ഇനി ബാക്കി ഒരു 10 ഉണ്ട്, ആൻഡ് ഇവിടെ ഒരു 1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 10 ഉണ്ട്, ആൻഡ് ഇവിടെ നമുക്ക് ആ ഒരു 4ഉം ക്യാൻസലായി 3ഉം ക്യാൻസലായി. ഓക്കെ, ഇവിടെ ഒരു 3 കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ 10 ഉണ്ട്, ഇവിടെ 3 കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് അവിടെ 13 ബാക്കിയുണ്ട്. 13 ഇൻറ്റു എക്സ്. പിന്നെ ആ 13ഉം 26 കൂടെ ക്യാൻസൽ ചെയ്യാം. നമുക്കിവിടെ 2 എന്ന് വരും. 2 ഇൻറ്റു 13 അല്ലേ 26. ആണെങ്കിൽ ഇനി ബാക്കി 2 ഇൻറ്റു 5 എത്രയെന്ന് വരും, 10 ഡേയ്സ് ആൻസർ വരും. സോ 10 ഡേയ്സ് ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ 10 ഡേയ്സ് ഈക്വൽ ടു നമുക്ക് ഈ പറയുന്ന എക്സ് എന്ന് കിട്ടും. സോ ആൻസർ നമുക്ക് 10 എന്ന് വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിനെ പ്രോപ്പർലി സോൾവ് ചെയ്താൽ പോയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ മെയിലിനെ മൊത്തം ഫീമെയിലായിട്ട് കൺവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഫീമെയിലിനെ മെയിലായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് ചെയ്തു പോകാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളത് മെയിൽ വെച്ചല്ലേ സോൾവ് ചെയ്തത്, ഇനി ഫീമെയിൽ വെച്ചൊന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പം പറഞ്ഞ മെത്തേഡ് വെച്ച് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഇപ്പം ഫീമെയിൽ വെച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് മെയിൽ വെച്ചും ഫീമെയിൽ വെച്ചും എടുക്കാം, നമ്മുടെ ഇഷ്ടമാണ്. രണ്ടിലും ആൻസർ സെയിമേ വരത്തുള്ളൂ. എന്നിട്ട് 15 മെയിലും 20 ഫീമെയിലും എന്താ ഈക്വൽ, അതുകൊണ്ട്. അപ്പോൾ 20 ഫീമെയിൽ 26 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് നിങ്ങളുടെ പറഞ്ഞേക്കുന്ന അനുസരിച്ച് 30 മെയിലും 12 ഫീമെയിലും എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇനി നമ്മൾ ഇപ്പം ചെയ്തത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്തു. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ പറയുന്ന ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫീമെയിലാ, ഇവിടെയും ഫീമെയിലാ, ഇവിടെ മാത്രമല്ല മെയിലുള്ള. അപ്പൊ ആ മെയിൽ കൂടി ഞാൻ കൺവേർട്ട് ചെയ്ത് ഫീമെയിൽ ആക്കിയാലോ നമുക്ക് ഈ വാല്യൂ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് അത് ചെയ്യാം. അത് നമുക്ക് എവിടെയും ചെയ്യാമായിരുന്നു, ഇവിടെയും ചെയ്യാമായിരുന്നു. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ ഒരു പ്രോപ്പർ മെത്തേഡ് പറഞ്ഞു. ഇനി നമുക്ക് മറ്റേ ഷോർട്ട് കട്ട് അല്ലെങ്കിൽ മറ്റൊരു ഡിഫറെന്റ് അപ്രോച്ച് ഇവിടെ ഫീമെയിൽ വെച്ച് പറയാം. ഇപ്പൊ 2 മെയിൽ വെച്ച് പോവാം, ഫീമെയിൽ വെച്ച് പോവാം. ഓക്കെ, അപ്പൊ നമുക്കത് ഫീമെയിൽ വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനല്ല. അവിടെ മെയിൽ വെച്ചും ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മൾ അവിടെ ഒരു മെത്തേഡ് പറഞ്ഞു, ഇവിടെ വേറൊരു മെത്തേഡ് പറയുന്നു എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ നമുക്ക് 30 മെയിലിനെ ഫീമെയിലിന്റെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇടണം. നമുക്ക് ഓൾറെഡി അറിയാവുന്ന എന്താ, നമുക്ക് 15 മെയില് 20 ഫീമെയിലിന് ഈക്വൽ ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ ഒന്ന് ഇൻറ്റു 2 ചെയ്യുവാണെങ്കിൽ നമുക്ക് 15 ഇൻറ്റു 2 30 മെയില് ഈക്വൽ ടു 20 ഇൻറ്റു 2 40 ഫീമെയിലിന് ഈക്വൽ അല്ലേ. അപ്പൊ ആണെങ്കിൽ എനിക്ക് ആ 30 മെയിലിന്റെ സ്ഥലത്തേക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, 40 ഫീമെയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ. ഞാൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ 20 ഫീമെയിൽ ഇൻറ്റു 26 ഈക്വൽ ടു
30 മെയിലിന്റെ അവിടത്തേക്ക് ഞാൻ 40 ഫീമെയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്ലസ് ഓൾറെഡി ഒരു 12 ഫീമെയിലിന്റെ കാര്യം അവിടെ പറയുന്നുണ്ട്, ഇൻറ്റു എക്സ്. ഇനി ഇതൊന്ന് റിസോൾവ് ചെയ്യാം. ഇതൊന്ന് റിസോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ആ ഫീമെയിലും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അവിടുന്ന് ആ വാല്യൂ ഒന്നും എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി ബാക്കിയുള്ളതൊന്നും ചുമ്മാ എടുത്ത് എഴുതുവാണെങ്കിൽ 20 ഇൻറ്റു 26 ഈക്വൽ ടു 40 പ്ലസ് 12 നമുക്ക് അവിടെ എത്ര വരുന്നുണ്ട്, 52 എന്ന് വരുന്നുണ്ട്, ഇൻറ്റു എക്സ്. ഇനി 26ഉം ഈ ഒരു 52 കൂടി ക്യാൻസൽ ചെയ്ത് എത്ര എന്ന് വരും, നമുക്ക് 2 എന്ന് വരും. ഈ 2ഉം ക്യാൻസൽ ചെയ്താൽ ഇനി ബാക്കി അവിടെ എത്രയേ ഉള്ളൂ, 10 ഉള്ളൂ. സോ എക്സിന്റെ വാല്യൂ എത്ര എന്ന് വരും, 10 എന്ന് വരും. നോക്കിയാൽ വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടുന്നില്ലേ. ഇപ്പൊ നമ്മൾ രണ്ട് മെത്തേഡിലും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ആദ്യമേ നമ്മൾ അതിനെ പ്രോപ്പർലി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുന്ന മെത്തേഡ് ചെയ്തിട്ടുണ്ട്, റേഷ്യോ എടുത്തിട്ട്. അല്ലെങ്കിൽ തന്നേക്കുന്ന ഇക്വേഷനിലുള്ള ഒരു ജനറലിനെ മറ്റേ ജനറലിലേക്ക് അതിന്റെ ഇക്വിവാലന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ സോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ. നമ്മൾ രണ്ട് രീതിയിലും ആ ക്വസ്റ്റിനെ സോൾവ് ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസിലും അതിന്റെ വളരെ കോർ ആയിട്ടുള്ള ഐഡിയാസും കൺസെപ്റ്റ് അടക്കം നമ്മൾ പറഞ്ഞാണ് പോയത്. പല ക്വസ്റ്റിനെയും ഒന്നിൽ കൂടുതൽ മെത്തേഡിൽ എങ്ങനെ എടുക്കാം, യൂഷ്വലി ബുക്ക് ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഏതാ, വളരെ പെട്ടെന്ന് അല്ലാതെ എടുക്കാനുള്ള മെത്തേഡ് ഏതാ എന്നുള്ളത് അടക്കം നമ്മൾ ഡിസ്കസ് ചെയ്താണ് പോയേക്കുന്നത്. സോ ഐ ഹോപ്പ് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റിനും നിങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ ഒരു സെഷൻസ് നമ്മൾ എല്ലാ വീക്കും നമ്മൾ ഇതേപോലെ തന്നെ പോകുന്ന ഒരു സെഷനാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്ലാസ്സസ് കറക്റ്റ് ആയിട്ട് ഒരു എന്താ പറയാ, നിങ്ങളുടെ ഒരു ഓൺലൈൻ ക്ലാസ് ഒക്കെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ ഓൺലൈൻ ക്ലാസ്സസ് ആ സമയത്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്യത്തില്ലേ, ആ ഡേയിൽ കറക്റ്റ് ആയിട്ട്. അപ്പൊ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ്സസ് കറക്റ്റ് ആയിട്ട് വരുന്ന റെയിൽവേയുടെ ഏതെങ്കിലും എക്സാം, ഓക്കെ NTPC മാത്രമല്ല ഏതെങ്കിലും എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സസ് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു ഓൺലൈൻ ക്ലാസ് നിങ്ങൾ ജോയിൻ ചെയ്തെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ അറ്റൻഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് പോകാൻ നോക്കുക. അത് കറക്റ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് പോവുക. എന്തെങ്കിലും പുതിയ ഐഡിയാസ് കിട്ടുവാണെങ്കിൽ ആ പുതിയ ഐഡിയാസ് നോട്ട് ചെയ്യുക. എന്തെങ്കിലും പുതിയ സ്റ്റൈൽ കിട്ടുവാണെങ്കിലോ അല്ലെങ്കിൽ പുതിയ അപ്രോച്ചുകൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കോപ്പി ചെയ്യാൻ നോക്കുക, നിങ്ങളുടെ അപ്രോച്ചിലേക്ക് കോപ്പി ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ഷോർട്ട് കട്ട്സോ ഫോർമുലാസ് ഒക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ നല്ലപോലെ നിങ്ങളുടെ നോട്ട്സിലേക്ക് കോപ്പി ചെയ്ത് പോവുക. ആൻഡ് ഫ്യൂച്ചർ സെഷനിൽ വരുമ്പോൾ ഇതേപോലത്തെ വേറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയാം, ഒരു ടൈപ്പ് ക്വസ്റ്റിന് ഒരുപാട് ഷിഫ്റ്റുകൾ റിപ്പീറ്റ് ആയിട്ടുണ്ട്, വാല്യൂസ് മാറി മാറി. അപ്പം വീണ്ടും ഇതേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ആ നേരത്തെ സെഷനിൽ പഠിച്ച ആ ട്രിക്സിനെ വരുന്ന സെഷനിൽ നമ്മളിവിടെ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്കും അത് ചെയ്തു പോകാം. ആൻഡ് പിന്നെ വിത്ത് ടൈം നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് സ്റ്റെപ്സ് കുറച്ചെടുത്താൽ മാത്രം മതി. ഓക്കെ അല്ലേ. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് മാക്സിമം ചെയ്യുക, നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യുക. വരുന്ന എക്സാംസൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ആൻഡ് ഇതിന് മുമ്പുള്ള സെഷൻ കാണാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ചാനലിൽ ചെന്ന് അവിടെ നിന്ന് ആ ഒരു മുമ്പുള്ള സെഷൻസ് എല്ലാം തന്നെ കണ്ടു നോക്കുക. അപ്പോൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. വരുന്ന എക്സാംസൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ എഴുതാൻ പറ്റട്ടെ. എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് നെക്സ്റ്റ് വീക്കും ഇതേപോലെ തന്നെ ഇതിന്റെ തന്നെ റിമൈനിങ് NTPCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും ആയിട്ട് നമുക്ക് ഈ ഒരു ഫ്രീ സീരീസിൽ NTPCയുടെ പ്രിപ്പറേഷന് വേണ്ടിയുള്ള ഒരു ഫ്രീ സീരീസിൽ നമുക്ക് ഇവിടെ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.